അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധനതിരു നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടിവിയിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് അനേക പ്രിയപ്പെട്ടവരെ ഇതിനോടകം പരിചയപ്പെടുത്തുവാൻ കർത്താവ് സഹായിച്ചു. ജീവിതത്തിന്റെ ആരുമറിയാത്ത മേഖലകളിൽ കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് വിവിധ ജീവിതാനുഭവങ്ങളുമായി കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ സമൂഹത്തിൽ അവരെ ഒന്ന് പരിചയപ്പെടുത്തുവാനും അവരുടെ ജീവിതാനുഭവങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കുവാനുമായി അരോമ ടിവിയിലൂടെ ശ്രമിക്കുന്ന ഈ ഉദ്യമത്തിൽ പങ്കാളികളാകുന്ന എല്ലാ പ്രേക്ഷകർക്കും ഒരു പ്രാവശ്യം കൂടെ വന്ദനത്തെയും സ്നേഹത്തെയും അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ശുശ്രൂഷയിലൂടെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ പ്രയോജനകരമായി തീരുന്നു എന്നറിയുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തി ഈ ശുശ്രൂഷയെ പ്രോത്സാഹിപ്പിക്കാവുന്നതാണ്. ഇന്ന് നമ്മുടെ മധ്യത്തിൽ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ ലിൻസ ആനി മാത്യു ആണ്. തന്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥന സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. കർത്താവിന്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ ലിൻസ ആനി മാത്യുവിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചോളും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അരോമ ടിവിയിലെ വിലപ്പെട്ട കർത്തൃദാസൻ ഡാനിയൽ ജോൺ പാസ്റ്റർ, അരോമ ടിവിയിലെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അരോമ ടിവിയിലൂടെ എൻ്റെ ജീവിതത്തിൽ, ഈ അരോമ ടിവിയിലെ സാക്ഷ്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്. അനേക സാക്ഷ്യങ്ങൾ ഇതിലൂടെ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും ഒന്നുമില്ലെന്ന് എണ്ണുവാൻ പലപ്പോഴും ഈ സാക്ഷ്യത്തിലൂടെ ഇടയായിട്ടുണ്ട്. അങ്ങനെ തന്നെ എന്നെ പോലെ തന്നെ ഈ ലോകമെമ്പാടുമുള്ള ഈ അരോമ ടിവിയിലൂടെ സാക്ഷ്യങ്ങൾ കേൾക്കുന്ന പ്രേക്ഷകർക്ക് ഇത് അനുഗ്രഹമായി തീരുന്നു. അനേകർക്ക് ഭവനത്തിൽ ഇരുന്ന് തന്നെ ഇത് വിടുതലായി മാറുന്നു, അനേകർക്ക് സാന്ത്വനമായി മാറുന്നു. അതോർത്ത് ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ അരോമ ടിവി മിനിസ്ട്രി ലീഡ് ചെയ്യുന്ന പ്രിയ ഡാനിയൽ ജോൺ പാസ്റ്ററിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആ ടീമിനായി ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നും ലോകമെമ്പാടും ഇതെത്തട്ടെ, അനേകർക്ക് ഇതൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. ആദ്യമേ ഞാൻ എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ലിൻസ ആനി മാത്യു. എൻ്റെ ഹസ്ബൻഡ് പാസ്റ്റർ റെവറൻ റോബി ജേക്കബ് മാത്യു ആണ്. ഞങ്ങൾക്ക് ദാനമായി ദൈവം 3 മക്കളെ നൽകിയിട്ടുണ്ട്. മൂത്ത മകൻ ജോയൽ ജോർജിയയിൽ MBBS പഠിക്കുന്നു. രണ്ടാമത്തെ മകൾ ജോസ്ലിൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മൂന്നാമത്തെ ഒരു മകൻ ജെയ്ഡൻ UKG പഠിക്കുന്നു. ഞങ്ങളിപ്പോൾ ആയിരിക്കുന്നത് പത്തനംതിട്ടയ്ക്ക് അടുത്തുള്ള മല്ലശ്ശേരി വാഴമുട്ടം എന്ന സ്ഥലത്താണ്. ഞങ്ങളോടൊപ്പം എൻ്റെ പേരൻസും ഞങ്ങളോടൊപ്പം താമസിക്കുന്നു. ഞങ്ങൾ അവരുടെ കൂടാണ് വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങിക്കഴിഞ്ഞ് ഇവിടാണ് ഞങ്ങളിപ്പോൾ ആയിരിക്കുന്നത് ശുശ്രൂഷയിൽ. ദൈവത്തിൻ്റെ കരുണയാൽ ഞങ്ങൾ രണ്ടുപേരും ശുശ്രൂഷയിലായിരിക്കുന്നു. ദൈവം അയക്കുന്ന ഇടങ്ങളിലൊക്കെ കർത്താവിന് വേണ്ടി കർത്താവിനെ ഉയർത്തുവാൻ കർത്താവ് സഹായിക്കുന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഈ അരോമ ടിവിയിൽ എൻ്റെ സാക്ഷ്യം പങ്കുവെക്കുവാൻ ദൈവം എനിക്ക് തന്ന ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇതൊരു വിലപ്പെട്ട അവസരമെന്ന് ഞാൻ കണക്കാക്കുന്നു. ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങൾ, എൻ്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങൾ ലോകത്തോട് പറയുവാൻ, ഞാൻ എൻ്റെ കർത്താവിനെ ഉയർത്തുവാൻ ഞാൻ ഒത്തിരി സന്തോഷവതിയാണ്. ഐ താങ്ക് മൈ ലോർഡ് ഫോർ ദാറ്റ്. ആമേൻ. ഞാൻ ഇനി എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ജനിച്ചതും വളർന്നതും ഭോപ്പാൽ സിറ്റിയിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മധ്യപ്രദേശിൻ്റെ ക്യാപിറ്റലാണ് ഭോപ്പാൽ. അവിടാണ് ഞാൻ ജനിച്ചതും വളർന്നതും പഠിച്ചതുമെല്ലാം. എൻ്റെ പേരൻസ് അവിടെ ജോലിയിലായിരുന്നു.
പപ്പായും മമ്മിയും രണ്ടുപേരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായിരുന്നു. പപ്പ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിലും മമ്മി ഹൗസിംഗ് ബോർഡിലുമായി ജോലി ചെയ്തു. അങ്ങനെ അവിടെ 1977 എൻ്റെ പപ്പ മമ്മി ഭോപ്പാലിൽ തന്നെ വിവാഹിതരാകുന്നു. ദൈവം അവർക്ക് ദാനമായി 3 മക്കളെ കൊടുത്തു. എൻ്റെ മൂത്ത 2 ബ്രദേഴ്സാണ്. മൂത്ത മകൻ ബിനു 1979 ജനിക്കുന്നു. രണ്ടാമത്തെ മകൻ 1980 ജനിക്കുന്നു, റിനു. അത് കഴിഞ്ഞ് ഏറ്റവും ഇളയ ആളാണ് ഞാൻ. 1982 ഞാൻ ജനിക്കുന്നു. അങ്ങനെ പപ്പ മമ്മിക്ക് ദൈവം ദാനമായി 3 മക്കളെ നൽകി. ആദ്യമേ എൻ്റെ പപ്പ മമ്മിയുടെ സാക്ഷ്യത്തിലൂടെ ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കയറാനാണ് ആഗ്രഹിക്കുന്നത്. എൻ്റെ പപ്പായും മമ്മിയെയും കുറിച്ച് പറഞ്ഞാൽ അവർ യഥാർത്ഥമായ ഒരു യഹോവ ഭക്തരായ ഒരു മനുഷ്യരാണ്. അത് പറയുന്നതിന് എനിക്ക് ഒരു മടിയുമില്ല. ബിക്കോസ് ഞങ്ങളെ 3 പേരെയും ആ രീതിയിൽ തന്നെ എൻ്റെ പപ്പായും മമ്മിയും ഞങ്ങളെ വളർത്തിയത്. എൻ്റെ പപ്പ മമ്മിയുടെ ജീവിതത്തിൽ പറഞ്ഞാൽ മൂത്ത 2 ആൺപിള്ളേരുണ്ടായി കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് മമ്മിയോട് പറഞ്ഞായിരുന്നു, ആദ്യത്തെ 2ഉം സിസേറിയൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് പപ്പ മമ്മിയോട് പറഞ്ഞായിരുന്നു, ഇനിയും ഒരു കുഞ്ഞുണ്ടാകാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ അത് തീർച്ചയായിട്ടും അമ്മയ്ക്കും കുഞ്ഞിനും 2 പേർക്കും അത് റിസ്ക് ആയിരിക്കും, നിങ്ങളുടെ ജീവിതത്തിന് അത് റിസ്ക് ആയിരിക്കും. അതുകൊണ്ട് അത് പാടില്ലെന്ന് പറഞ്ഞാ എൻ്റെ പപ്പ മമ്മിയെ പറഞ്ഞയക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ വീണ്ടും മമ്മി 3ാമതായി കൺസീവ് ആകുന്നു. കൺസീവായി അറിഞ്ഞപ്പോൾ അവർ ഡോക്ടേഴ്സിനടുത്ത് പോയപ്പോൾ ഡോക്ടേഴ്സ് മമ്മിയോട് പറഞ്ഞു, ഇതിനെ അബോർഷൻ ചെയ്ത് കളയണം. ഞാൻ നേരത്തെ പറഞ്ഞതായി ഇത് റിസ്ക് ആണ്. മാതാവിൻ്റെ ജീവിതത്തിനും കുഞ്ഞിൻ്റെ ജീവിതത്തിനും ഇത് റിസ്ക് ആയതുകൊണ്ട് ഇതിനെ അബോർഷൻ ചെയ്ത് കളയണമെന്ന് എൻ്റെ പപ്പ മമ്മിയോട് പറഞ്ഞു. എന്നാൽ എൻ്റെ പപ്പ മമ്മിക്ക് വ്യക്തമായി ബോധ്യമുണ്ടായിരുന്നു, അബോർഷൻ ചെയ്യുന്നത് ദൈവസന്നിധിയിൽ വലിയ പാപമാണ്, അത് കൊലപാതകമാണെന്ന് തിരിച്ചറിവ് എൻ്റെ പപ്പ മമ്മിക്ക് ദൈവം കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ അവരൊരു തീരുമാനമെടുത്തു, എന്തു വന്നാലും ഇതിനെ കളയത്തില്ല, ഇതിനെ മുൻപോട്ട് തന്നെ കൊണ്ടുപോകും. അതുകൊണ്ട് അവരുടെ റിസ്കിൽ തന്നെ അവർ ഡോക്ടറിനോട് പറഞ്ഞു, ഡോക്ടറെ ഞങ്ങൾ ഇത് കളയാൻ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങൾ എന്തു വന്നാലും ഞങ്ങൾ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിച്ചോളാം എന്ന് പറഞ്ഞ് ഡോക്ടറിനോട് നിർബന്ധിതമായി പറഞ്ഞ് അതിനെ ദൈവകൃപയാൽ മമ്മി അതിനെ മുൻപോട്ട് തന്നെ കൊണ്ടുപോയി. എന്നാൽ 5ാം മാസമായപ്പോൾ തന്നെ ഒത്തിരി കോംപ്ലിക്കേഷൻസ് മമ്മിക്ക് ഉണ്ടായി. അതുകൊണ്ട് മമ്മി ജോലി ചെയ്യുന്നുണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് 5ാം മാസം മുതൽ ബെഡ് റെസ്റ്റ് ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്തു. അങ്ങനെ ഞാൻ മമ്മിയുടെ വയറ്റിലുള്ളപ്പോൾ 5ാം മാസം മുതൽ ബെഡ് റെസ്റ്റ് തുടങ്ങി. 5ാം മാസം മുതൽ ബെഡ് റെസ്റ്റ് ആരംഭിച്ചു. എന്നാൽ 8ാം മാസമായപ്പോൾ വീണ്ടും എന്തൊക്കെയോ കോംപ്ലിക്കേഷൻസ് ഉണ്ടായി. അങ്ങനെ പെട്ടെന്ന് 3ാമത്തെ സിസേറിയനിലൂടെ 8ാം മാസം തന്നെ ഞാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ ഡോക്ടേഴ്സ് പറഞ്ഞത് അമ്മയുടെ ജീവനും കുഞ്ഞിൻ്റെ ജീവനും അത് റിസ്ക് ആയിരിക്കുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവം ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ 3ാമത് 8ാം മാസത്തിൽ തന്നെ ദൈവം എന്നെ ആരോഗ്യത്തോട് പുറത്തു കൊണ്ടുവന്നതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ ഇന്ന് മഹത്വപ്പെടുത്തുകയാണ്. അതുകൊണ്ട് 1 മാസം കൂടെ ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് സൗഖ്യത്തോട് മമ്മിയും ഞാനും ഭവനത്തിലേക്ക് വന്നു. അങ്ങനെ വീണ്ടും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതം മുൻപോട്ട് പോയി. എന്നാൽ എനിക്കൊരു 3 മാസമായപ്പോൾ വീണ്ടും എന്നെ ഒരു രോഗം ബാധിച്ചു. 3 മാസമായപ്പോൾ എനിക്ക് പനി ആരംഭിച്ചു. വിട്ടുമാറാതെ മരുന്ന് തന്നിട്ടൊന്നും എൻ്റെ പനി മാറുന്നില്ല. അപ്പോൾ പിന്നീട് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുപോയപ്പോൾ ഡോക്ടർ നോക്കിയപ്പോഴാ ബ്രെയിൻ ഫീവറാണ്, മെനിഞ്ചൈറ്റിസ് എന്ന ഒരു രോഗം എന്നെ ബാധിച്ചിരുന്നു. ആ മെനിഞ്ചൈറ്റിസ് എന്ന രോഗം നമുക്കറിയാം, അന്നത്തെ കാലത്ത് 1982 കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അന്ന് ഈ മെനിഞ്ചൈറ്റിസ് രോഗത്തിന് വലിയ ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. എന്നാലും എൻ്റെ സ്ഥിതിക്ക് ഒരു മാറ്റവും വന്നില്ല. എൻ്റെ സ്ഥിതി വഷളായിക്കൊണ്ടേയിരുന്നു. അങ്ങനെ പപ്പ മമ്മി വളരെ പ്രയാസത്തോട് വീട്ടിൽ 2
കുഞ്ഞുങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ 3 പേരും അധികം വ്യത്യാസമില്ല, ഓരോ വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ അവർ 2 ആൺപിള്ളാരുണ്ട്, മൂന്നാമത്തെ ഞാനിപ്പോൾ അഡ്മിറ്റ് ആയിരിക്കുന്നു. അങ്ങനെ വളരെ വേദനയോട് പപ്പ മമ്മി ആശുപത്രിയിലായിരുന്നു 2 കുഞ്ഞുങ്ങളെയും കൊണ്ട്. എന്നാൽ ഡോക്ടേഴ്സ് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടൊന്നും എൻ്റെ സ്ഥിതിക്ക് ഒരു മാറ്റം വരുന്നില്ല. എൻ്റെ തലയിൽ പഴുപ്പ്, എൻ്റെ ബ്രെയിനിൽ പഴുപ്പ് കൂടുന്നു, അങ്ങനെ എല്ലാ ഓർഗൻസിനെ ബാധിക്കുന്നു. അങ്ങനെ ഒരു പ്രയാസത്തിലേക്ക് വന്നപ്പോൾ ഡോക്ടർ എൻ്റെ പേരൻസിനെ വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ ഇനി ഒന്നുമില്ല, ഈ കുഞ്ഞിനിയും രക്ഷപ്പെടത്തില്ലെന്ന് ക്ലിയറായിട്ട് എൻ്റെ പേരൻസിനോട് പറഞ്ഞു. നിങ്ങൾക്ക് അതുകൊണ്ട് അറിയിക്കേണ്ടിയോരെ നിങ്ങൾക്ക് എല്ലാവരെയും അറിയിക്കാം. കുഞ്ഞിനെ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വന്ന് കാണാം. ഈ കുഞ്ഞിനിയും രക്ഷപ്പെടത്തില്ല, ബോഡിയിൽ മൊത്തം ഇത് ബാധിച്ചു കഴിഞ്ഞെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. പപ്പ മമ്മി തകർന്ന ഹൃദയത്തോടെ, ഞങ്ങൾ അന്ന് മാർത്തോമ സഭയിലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കൂടി നടന്ന മാർത്തോമ പള്ളിയിലെ അച്ഛനെ അറിയിച്ചു. അങ്ങനെ അച്ഛനും പള്ളിക്കാരെല്ലാവരും വന്ന് ഈ കുഞ്ഞ് മരിക്കാൻ പോവാന്നല്ലോ എന്ന് കണ്ട് എല്ലാവരും, എനിക്ക് തോന്നുന്നു എൻ്റെ പപ്പ മമ്മി കൂടി നടന്ന കൂട്ടായ്മയിലെ എല്ലാ ആൾക്കാരും, പള്ളിയിലെ എല്ലാ ആൾക്കാരും ആ ഹോസ്പിറ്റലിൽ അന്ന് വന്നു. അവിടെ വെച്ച് എൻ്റെ മാമോദിസ നടക്കുകയാണ്. നമുക്കറിയാം, സാമുദായിക സഭയിൽ മാമോദിസ ആണ് നടത്തുന്നത്. അപ്പൊ എൻ്റെ മാമോദിസ നടന്നിട്ടില്ല, എൻ്റെ ചർച്ച് രജിസ്ട്രി പേര് വന്നിട്ടില്ല. അതുകൊണ്ട് ആശുപത്രിയിൽ വെച്ച് തന്നെ എൻ്റെ മാമോദിസ അച്ഛൻ നടത്തി. എന്നാൽ അന്ന് അവിടെ വന്നിരുന്ന ജനങ്ങളെല്ലാം കണ്ണുനീരോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിരിക്കും ഞാൻ വിശ്വസിക്കുന്നത്. അടുത്ത ദിവസം പോലും ഡോക്ടർ തന്നെ അതിശയം കൂർമാർ എൻ്റെ സ്ഥിതിക്കൊരു വ്യത്യാസം വരാൻ തുടങ്ങി. എൻ്റെ ബോഡിയിലെ അതെല്ലാം പഴുപ്പെല്ലാം പതിയെ മാറാൻ തുടങ്ങി. ഡോക്ടർ തന്നെ അതിശയിച്ചു പോയി, ഇതെന്തോ ഒരു കാര്യമാണ്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന അന്ന് ആ ജനങ്ങളെല്ലാം ആ ഹോസ്പിറ്റലിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് എൻ്റെ രോഗം പതിയെ പൂർണ്ണമായി മാറി. ഞാൻ ആരോഗ്യവതിയായി, 3 മാസമുള്ള കുഞ്ഞ് ആരോഗ്യവതിയായി. എന്നാൽ ഞാൻ പറയട്ടെ, ആ സമയം തന്നെ ഞാൻ ഈ എൻ്റെ തലയിലും എൻ്റെ മൂക്കിലും എല്ലാം ട്യൂബും അങ്ങനെയൊക്കെ മൊത്തം ഒരു കുഞ്ഞിൻ്റെ അവസ്ഥ നിങ്ങൾ ചിന്തിക്കുക. അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ എൻ്റെ മാതാവ്, ഞാൻ വേദനയോടെ കരയുമ്പോൾ എൻ്റെ മാതാവിന് എൻ്റെ കരച്ചിൽ സഹിക്കാൻ വയ്യാതെ മമ്മി മുറിയിൽ നിന്ന് ഓടി വെളിയിറങ്ങാൻ വേണ്ടി ഓടിയപ്പോൾ ആ ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു സിസ്റ്റർ ഇങ്ങനെ ഗ്ലൂക്കോസ് ബോട്ടിലുമായിട്ട് കടന്നു വരുമായിരുന്നു. നമുക്കറിയാം, അന്നത്തെ കാലത്ത് ഗ്ലൂക്കോസ് ബോട്ടിൽ എന്ന് വെച്ചാൽ ഗ്ലാസ് ബോട്ടിൽസ് ആണ്, ഇപ്പോഴത്തെ കൂട്ട് പ്ലാസ്റ്റിക് ബോട്ടിൽസ് അല്ല. ആ ഗ്ലാസ് ബോട്ടിൽ മമ്മിയുടെ ദേഹത്തേക്ക് ഇടിക്കുവാനും മമ്മിയുടെ ശരീരത്തിൽ ആ ഗ്ലാസ് ബോട്ടിൽ കുത്തി കയറി. അങ്ങനെ മമ്മി ഒരു വാർഡിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു, ഞാൻ ഒരു വാർഡിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു. പപ്പ തനിയെ 2 കുഞ്ഞുങ്ങളുമായി. ആ ഒരു സാഹചര്യത്തിലായിരുന്നു ഡോക്ടർ ഇതുകൂടെ അറിയിച്ചത്, കുഞ്ഞിനി മരിക്കാൻ പോവാ, നിങ്ങൾ അറിയിക്കേണ്ടിയവരെ അറിയിക്കാം. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, അവിടെ വന്ന് അച്ഛനും പള്ളിക്കാരെല്ലാവരും വന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ദൈവം എനിക്ക് പരിപൂർണ സൗഖ്യത്തെ നൽകി. എന്നാൽ ഡിസ്ചാർജ് ആകുന്നതിൻ്റെ ആ ദിവസം ഡോക്ടർ വീണ്ടും പപ്പ മമ്മിയുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഈ കുഞ്ഞിനെ ശ്രദ്ധിച്ചോണം, കുഞ്ഞിൻ്റെ ബ്രെയിൻ ഇത്രയും ബാധിച്ചത് കൊണ്ട് ചിലപ്പം മുൻപോട്ട് എന്തേലും ഒരു ഹാൻഡിക്യാപ്പ് ആകാൻ ചാൻസ് ഉണ്ട്, അല്ലെ ബുദ്ധിക്ക് ഒരു മന്ദത വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പല റിസ്ക് ഫാക്ടേഴ്സ് പറഞ്ഞ എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നത്. എന്നാൽ പപ്പ മമ്മി സന്തോഷത്തോടെ വിശ്വാസത്തോടു കൂടെ ഒരുമിച്ച് വീണ്ടും ഞങ്ങൾ തിരിച്ചു ഭവനത്തിലേക്ക് വന്നു. അത് കഴിഞ്ഞ് ദൈവകൃപയാൽ മുന്നോട്ടുള്ള വർഷങ്ങളിൽ ഒരു കുഴപ്പമില്ലാതെ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നല്ല ബുദ്ധിയോട് ദൈവം എന്നെ വീണ്ടും ഒരു പുതിയ ജനനം എനിക്ക് നൽകിയെന്ന് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പിന്നീട് ആ ഡോക്ടർ കാണുമ്പോൾ തന്നെ പറയും, ദിസ് ഈസ് എ മിറാക്കിൾ ബേബി എന്ന് പറയുമായിരുന്നു. എൻ്റെ ജീവിതം ഒരു അത്ഭുതമായിരുന്നു അവർക്കെല്ലാവർക്കും. തീർച്ചയായിട്ടും ഈ സമയത്ത് ഞാൻ ഒരു പാട്ട് ഓർക്കുകയാണ് എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട്. അത്ഭുതമല്ല ഇതത്ഭുതമല്ല, ഞാൻ ജീവിക്കുന്നതോ ദൈവകൃപയാലത്രേ. അത്ഭുതമല്ല ഇതത്ഭുതമല്ല, ഞാൻ ജീവിക്കുന്നതോ ദൈവകൃപയാലത്രേ.
ഞാൻ പാപിയായിട്ടും ഞാൻ രോഗിയായിട്ടും എന്നെ തേടി വന്ന നിന്റെ സ്നേഹമോർക്കുമ്പോ അപ്പാ എന്നുള്ളം നിറഞ്ഞു പാടുമേ. ഹല്ലേലൂയാ ഹല്ലേലൂയാ. അപ്പാ എന്നുള്ളം നിറഞ്ഞു പാടുമേ. ഹല്ലേലൂയാ ഹല്ലേലൂയാ. അതാണ് എൻ്റെ ജീവിതം. ഇത് ദൈവത്തിന്റെ ദാനമാണ്. ഞാൻ ഇന്ന് ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നിങ്ങളുടെ മുൻപിൽ കർത്താവിന്റെ ഒരു സാക്ഷിയായിരിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. പിന്നീട് ഞങ്ങളുടെ ജീവിതം, ഞങ്ങൾ 3 പേരും, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പപ്പ മമ്മി വളരെ ഒരു പ്രാർത്ഥനാ മനുഷ്യരായിരുന്നു. എൻ്റെ പപ്പ രാവിലെ എഴുന്നേറ്റ് 6 മണിക്ക് പപ്പ പാവിരിക്കും. ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ എല്ലാവരും, അന്നേരം ഞങ്ങൾ 3 കുഞ്ഞുങ്ങളും എഴുന്നേറ്റ് പല്ലും തേച്ച് ആ പായൽ വന്നിരിക്കണം, അല്ലെങ്കിൽ അടി ഉറപ്പാണ്. അങ്ങനാണ് ആ ചിട്ടയോടുകൂടെ രാവിലെയും വൈകിട്ടുമുള്ള കുടുംബ പ്രാർത്ഥന. എൻ്റെ പപ്പ നല്ലതായിട്ട് പാട്ട് പാടും. ഇന്നും പപ്പ നല്ലതായിട്ട് പാട്ട് പാടും. അങ്ങനെ കുടുംബ പ്രാർത്ഥനയിലെ പപ്പാടെ പാട്ടുകൾ കേട്ടാണ് ഞങ്ങൾ 3 പേരും മിക്ക ക്രിസ്തീയ പഴയ പാട്ടുകൾ ഞങ്ങൾ പഠിച്ചത്. പപ്പാടെ വായിലൂടെ കേട്ടാണ് ഞങ്ങൾ ആ പാട്ടുകളെല്ലാം പഠിച്ചത്. അങ്ങനെ രാവിലെയും വൈകിട്ടും കുടുംബ പ്രാർത്ഥന ഞങ്ങളുടെ വീട്ടിൽ ഒരു മസ്റ്റായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളെ 3 പേരെയും പപ്പ മമ്മി ആ പ്രാർത്ഥനയിൽ തന്നെ വളർത്തി. ഞങ്ങൾക്ക് ഇച്ചിരി അറിവായപ്പോൾ തന്നെ ബൈബിൾ വായിക്കാനും ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും മുട്ടേ നിന്ന് പ്രാർത്ഥിക്കുവാനും ഒക്കെ എൻ്റെ മമ്മി ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളൊരു ഇച്ചിരി ഒരു അറിവായി കഴിഞ്ഞ് 3, 4, 5 ക്ലാസ്സസിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ മമ്മി വീട്ടിലില്ല, പപ്പ മമ്മി ഓഫീസിലാണ്. അവർ വൈകിട്ട് വരുമ്പോഴത്തേക്ക് 5, 5:30 ഒക്കെ ആവും ഓഫീസിൽ നിന്ന് വരുമ്പോൾ. ഓഫീസിൽ നിന്ന് വരുമ്പോൾ എൻ്റെ മമ്മി ആദ്യം ഞങ്ങളെ 3 പേരെയും വിളിച്ച് ചോദിക്കുന്ന ഒരു കാര്യമാ, നിങ്ങൾ മുട്ടേ നിന്ന് പ്രാർത്ഥിച്ചോ, നിങ്ങൾ ബൈബിൾ വായിച്ചോ? അതാണ് എൻ്റെ മമ്മി ആദ്യം. അല്ലാതെ നിങ്ങൾ ചോറ് കഴിച്ചോ, നിങ്ങൾ ഹോംവർക്ക് ചെയ്തോ, അതൊന്നും അല്ല എൻ്റെ മമ്മി ചോദിച്ചിരുന്നത്. ഞാൻ ഇന്നും ഓർക്കുന്നു, എൻ്റെ മമ്മി ആദ്യം ചോദിക്കും, നിങ്ങൾ 3 പേരും മുട്ടേ നിന്ന് പ്രാർത്ഥിച്ചോ, നിങ്ങൾ ബൈബിൾ വായിച്ചോ? അങ്ങനെ ആ ഒരു ശീലം കൊച്ചിലേ മുതൽ ഞങ്ങൾ 3 പേരുടെ ഉള്ളിൽ എൻ്റെ പപ്പ മമ്മി നൽകിയിരുന്നു. പിന്നീട് ഞങ്ങൾ ഇച്ചിരി വലിയതായപ്പോൾ ഞങ്ങൾക്ക് സൺഡേ സ്കൂൾ ലഭിച്ചു. ദൈവത്തിൻ്റെ കൃപയാൽ സൺഡേ സ്കൂൾ പഠിക്കുവാൻ സാധിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഭോപ്പാലിൽ ഞങ്ങൾക്കൊരു CF മിനിസ്ട്രി ഉണ്ടായിരുന്നു. നമുക്കറിയാമല്ലോ, കുഞ്ഞുങ്ങളുടെ ഇടയിൽ നടക്കുന്ന ഒരു മിനിസ്ട്രിയാണ് ചൈൽഡ് ഇവാഞ്ചലിസം ഫെലോഷിപ്പ് മിനിസ്ട്രി. അപ്പം ആ ഒരു കൂട്ടായ്മ ഞങ്ങളുടെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ CFലെ ഗുഡ് ന്യൂസ് ക്ലബ്സിൽ പോകുവാനും പപ്പ മമ്മി അതിനുവേണ്ടി ഞങ്ങളെ കൊണ്ടുപോകും. അവിടെ ഞങ്ങൾ കർത്താവിനെ കുറിച്ച് കേൾക്കുകയും കർത്താവിൻ്റെ പാട്ടുകൾ പഠിക്കുകയും അങ്ങനെ. പിന്നെ ഞങ്ങളുടെ അവിടെ, ഞാൻ ഭോപ്പാലിലാണല്ലോ വളർന്നത്, അവിടെ നമുക്ക് ദശേരായിലും ദീപാവലിയിലും വെക്കേഷൻസ് ഉണ്ട് സ്കൂളിൽ, ഒരാഴ്ചക്ക് ചിലപ്പം 10 ദിവസത്തേക്ക്. അപ്പം ആ സമയത്ത് ഈ CF ക്യാമ്പ്സ് നടത്തും അവിടെ, 3 days സ്റ്റേയിങ് ക്യാമ്പ്. അങ്ങനെ ഞങ്ങൾ 3 പേരും അങ്ങനെ CFലെ സ്റ്റേയിങ് ക്യാമ്പ്സിൽ പോയിട്ടുണ്ട്. അവിടെ കർത്താവിനെ കൂടുതൽ അറിയുവാനും ഞാൻ ഓർക്കുന്നു, ഒരു CF ക്യാമ്പിൽ വെച്ചാണ് ഞാൻ യേശുവിനെ എൻ്റെ രക്ഷിതാവായി ഞാൻ സ്വീകരിക്കുന്നത്. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ക്യാമ്പാണ് ആ ക്യാമ്പ്. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ സ്കൂൾ മുൻപോട്ട് പോകുന്നു. ആത്മീയമായി ഞങ്ങൾക്ക് എല്ലാ കൈത്താങ്ങും ഞങ്ങളുടെ പപ്പ മമ്മി നൽകിയിരുന്നു. എൻ്റെ മമ്മി ഒരിക്കലും ഞങ്ങൾ പഠിച്ച് വലിയ ഡോക്ടേഴ്സ് ആകണം, അല്ലെ ഞങ്ങൾ പഠിച്ച് വലിയ ഉദ്യോഗസ്ഥരാകണം, ഒരിക്കലും എൻ്റെ മമ്മി ആഗ്രഹിച്ചിട്ടില്ല. എൻ്റെ മമ്മി എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, എൻ്റെ 3 കുഞ്ഞുങ്ങളും ദൈവത്തിനു വേണ്ടി അവർ ഉപയോഗിക്കപ്പെടണം, ദൈവത്തിന് വേണ്ടി അവർ വേല ചെയ്യണം. ആ ഒരു ബോധ്യത്തോടെയാണ് എൻ്റെ പപ്പ മമ്മി ഞങ്ങളെ 3 പേരെയും കൊച്ചിലേ മുതൽ വളർത്തിയ. ഈ ലോകത്തിൽ ഏത് ജോലിയെക്കാട്ടിലും ദൈവത്തിൻ്റെ വേലയാണ് ശ്രേഷ്ഠമെന്ന് കൊച്ചിലേ മുതൽ ഞങ്ങളുടെ ഉള്ളിൽ ആ ഒരു സീഡ് ഞങ്ങളുടെ മമ്മി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ ഇച്ചിരി ഒരു ഒരു യൂത്ത് ഏജ് ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ ഇവിടെ ഒരു EU മിനിസ്ട്രി ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഇവാഞ്ചലിക്കൽ യൂണിയൻ മിനിസ്ട്രി എന്ന് വെച്ചാൽ അത് കോളേജ് സ്റ്റുഡൻസിൻ്റെ ഇടയ്ക്കിലും പിന്നെ ഈ ഹയർ സെക്കൻഡറി പഠിക്കുന്ന 10th കഴിഞ്ഞുള്ള
12th വരെയുള്ള സ്റ്റുഡൻസിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന ഒരു മിനിസ്ട്രിയാണ് മിനിസ്ട്രി. അങ്ങനെ ഞങ്ങളെ 3 പേരെയും CF കഴിഞ്ഞപ്പോൾ ഞങ്ങളെ യിലേക്ക് മമ്മി കൊണ്ടുപോകാൻ തുടങ്ങി. ഞങ്ങളുടെ അടുത്ത് കൂട്ടായ്മകൾ ഉണ്ടായിരുന്നു. വലിയ അച്ചച്ചന്മാരും ചേച്ചിമാരും നടത്തുന്ന ഒരു നല്ല ഒരു കൂട്ടായ്മയായിരുന്നു. ആ കൂട്ടായ്മയിലൂടെ ഒത്തിരി കർത്താവിനെ വീണ്ടും അറിയുവാൻ സാധിച്ചു. കർത്താവുമായ ഒരു പേഴ്സണൽ ബന്ധം ഉണ്ടാകുവാനൊക്കെ ആ മിനിസ്ട്രി ഞങ്ങളെ സഹായിച്ചു. എൻ്റെ വീട്ടിൽ എൻ്റെ മമ്മി ഞങ്ങളെ പേഴ്സണൽ പ്രെയർ ചെയ്യാൻ പഠിപ്പിച്ചു. ക്വൈറ്റ് ടൈം എന്തുവാണ്, പേഴ്സണൽ പ്രെയർ എന്തുവാണ്, എൻ്റെ മമ്മിയാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. ഞങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് എൻ്റെ മമ്മി പറയും 3 പേരും പോയി പേഴ്സണൽ പ്രെയറും ചെയ്ത് ബൈബിൾ വായിച്ചിട്ട് സ്കൂളിൽ പോകാൻ റെഡി ആയാൽ മതി. അങ്ങനെ ആ ഒരു ശിക്ഷണത്തിൽ ദൈവകൃപയാൽ ഞങ്ങൾ അന്ന് തൊട്ടേ തനിച്ച് ഇരുന്ന് പ്രാർത്ഥിക്കുവാനും, സ്കൂളിൽ പോകുന്നതിന് മുമ്പേ ഒരു 10-15 മിനിറ്റ് തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനും തനിച്ചിരുന്ന് വചനം വായിക്കുവാനും ഉള്ള ഒരു സ്വഭാവം ഞങ്ങളുടെ ഉള്ളിൽ ഞങ്ങളുടെ മാതാവ് നൽകിയിരുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങനെ ഞങ്ങൾ മുൻപോട്ട് പോയി. എൻ്റെ മൂത്ത ബ്രദർ ബിനു അച്ചാച്ചൻ്റെ 12th കഴിഞ്ഞു. പിന്നെ അവൻ BCom പഠിക്കാൻ കോളേജിൽ ചേർന്നു. അപ്പോഴൊക്കെ അവൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹമായിരുന്നു കർത്താവിൻ്റെ വേല ചെയ്യണം എന്നൊരാഗ്രഹം അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കോളേജ് സമയങ്ങളെല്ലാം ഞങ്ങളും പ്രാർത്ഥിച്ചിരുന്നു, ദൈവമേ എന്തുവാ നീ ആഗ്രഹിക്കുന്നത്, അവനെക്കുറിച്ച് എന്തുവാ ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പം അങ്ങനെ എൻ്റെ പിതാവിൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു മൂത്ത മകനെ അച്ഛനാക്കണമെന്ന്. അന്ന് ഞങ്ങൾ മർത്തോമ പള്ളിയിലായിരുന്നു, വളരെ ആക്റ്റീവായിരുന്നു എല്ലാ കാര്യങ്ങളിലും. ഞങ്ങളുടെ പപ്പ സൺഡേ സ്കൂൾ പഠിപ്പിക്കുമായിരുന്നു. സൺഡേ സ്കൂളിലെ ഹെഡ് മാസ്റ്ററായിട്ട് ദൈവകൃപയാൽ അനേക വർഷം ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പപ്പായ്ക്ക് ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ മൂത്ത മകൻ ദൈവത്തിൻ്റെ വേലയിൽ ഒരു പട്ടക്കാരനായി തീരണമെന്നൊരാഗ്രഹമായിരുന്നു. അപ്പം ബിനു അച്ചച്ചനോട് ആ കാര്യം പറഞ്ഞപ്പോൾ അവനും അതിനുവേണ്ടി തന്നെ അവന് ആഗ്രഹമായിരുന്നു കർത്താവിൻ്റെ വേല ചെയ്യണം. അങ്ങനെ അതിനായി അവൻ ഒരുങ്ങി. അവൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞു. പിന്നെ ഞങ്ങളുടെ പള്ളിയിലെ അച്ഛനും അതിനായി അവനെ എൻകറേജ് ചെയ്ത് അങ്ങനെ അതിൻ്റെ ഒരു പ്രൊസീജിയറിലേക്ക് കടന്നു. പിന്നെ അതിൻ്റെ ഫോം നിറയ്ക്കാനും അതിൻ്റെ റിട്ടേൺ ടെസ്റ്റ് ഉണ്ട്, മെഡിക്കൽ ഉണ്ട്. ദൈവത്തിൻ്റെ കൃപയാൽ അതെല്ലാം ക്ലിയർ ആക്കാൻ സാധിച്ചു. അത് കഴിഞ്ഞ് ഒരു ഫൈനൽ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഫൈനൽ ഇൻ്റർവ്യൂ എന്ന് വെച്ചാൽ അതിന് കേരളത്തിൽ വരണം. കേരളത്തിൽ വന്ന് ചരൽക്കുന്നി വെച്ചായി ഫൈനൽ ഇൻ്റർവ്യൂ നടക്കുന്നത്, സെമിനാരി ചേരുവാൻ വേണ്ടിയുള്ള. അപ്പം അങ്ങനെ എൻ്റെ പപ്പ എൻ്റെ ബ്രദറിനെ കൂട്ടി നാട്ടിൽ വന്നു. ചരൽക്കുന്നി ബിനാച്ചനെ ആക്കി. അത് കഴിഞ്ഞ് ഞാൻ അവിടുത്തെ ഒരു അനുഭവം പറയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ബ്രദറിൻ്റെ അന്ന് അവിടെ എല്ലാ സ്റ്റുഡൻസും ഉണ്ട്. അവർക്ക് അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യണം. അടുത്ത ദിവസം രാവിലെ മുതലായി ഇൻ്റർവ്യൂ തുടങ്ങുന്നത്. അപ്പം അങ്ങനെ തലേദിവസം അവിടെ സ്റ്റേ ചെയ്തു. എന്നാൽ അന്ന് രാത്രി എൻ്റെ ബ്രദറിന് കൊച്ചു നാൾ മുതലേ ഒരു അലർജി ഉണ്ടായിരുന്നു. എൻ്റെ ബ്രദർ മുരിങ്ങിക്ക കഴിച്ചാൽ അവൻ്റെ ദേഹം അങ്ങ് ചൊറിഞ്ഞ് തടിച്ച് ദേഹം മൊത്തം ചുമന്ന് പിന്നെ മൊത്തം ചൊറിച്ചിലും മുഖമെല്ലാം അങ്ങ് വീർത്തൊരു വല്ലാത്ത ഒരു ഷേപ്പാവും. അത് പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത് മുരിങ്ങയ്ക്കയുടെ അലർജിയാണ്. അതറിഞ്ഞ നാൾ മുതൽ പിന്നെ ഒരിക്കലും അവനത് മുരിങ്ങയ്ക്ക കഴിച്ചിട്ടില്ല. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ വാങ്ങിക്കാറുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നാൽ അന്നത്തെ രാത്രി ഡിന്നറിന് എങ്ങനെയോ അവൻ അത് കഴിച്ചു. മുരിങ്ങയ്ക്ക ഉണ്ടായ അത്രയും അച്ചച്ചനത് ഓർത്തില്ല. അച്ചച്ചനത് ഓർക്കാതെ എല്ലാവരുടെയും കൂടെ ഒരുമിച്ച് ഡിന്നർ കഴിച്ചു. രാത്രി അവർക്ക് കൊടുത്തിരുന്ന റൂമിൽ വന്ന് കുറെ 1 മണിക്കൂറോളം കഴിഞ്ഞപ്പോഴത്തേക്കും അച്ചച്ചൻ്റെ ദേഹം ചൊറിയാൻ തുടങ്ങി. അത് കഴിഞ്ഞ് അവൻ കണ്ണാടിയിൽ പോയി നോക്കിയപ്പോൾ അവൻ്റെ മുഖമെല്ലാം പഴയ പോലെ തന്നെ വീർത്തു ചുമന്നും വല്ലാത്ത ഒരവസ്ഥയായി. അവൻ ആകെപ്പാടെ അങ്ങ് പേടിച്ചു പോയി. നാളെ ഇൻ്റർവ്യൂവാ, ഇന്ന് രാത്രി എനിക്കിങ്ങനെ സംഭവിച്ചല്ലോ. എന്നാൽ അവിടെ ആരോട് പറയും? പപ്പാ മമ്മി ആരും അടുത്തില്ല. ആരോടിത് പറയും? ആരോട് പങ്കുവെക്കും? കയ്യിൽ ഒരു മരുന്ന് പോലും ഇല്ല കഴിക്കാൻ.
അതുകൊണ്ട് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എൻ്റെ അച്ചാച്ചൻ എന്തോ ചെയ്തെന്നറിയാമോ? എൻ്റെ അച്ചാച്ചൻ ചരൽക്കുന്ന്, നമുക്കറിയാം വെളി ഗാർഡൻ ഉണ്ടല്ലോ അവിടെ, തന്നെ ആരോടും ഒന്നും പറഞ്ഞില്ല. ബിനോച്ചൻ തന്നെ രാത്രി വെളിയിൽ പോയിരുന്ന ആ ഗാർഡനിൽ മുട്ടുകുത്തി ദൈവത്തോട് കരഞ്ഞു, കർത്താവേ, നാളെ എൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇന്റർവ്യൂ ആണ്. എനിക്ക് ബിഷപ്സിന്റെ മുൻപിൽ നിൽക്കണം, എനിക്ക് ഇന്റർവ്യൂ ഫേസ് ചെയ്യണം. എന്നാൽ ഈ അലർജി എനിക്ക് ഒരു മരുന്ന് എൻ്റെ കയ്യിലില്ല. എൻ്റെ ദൈവത്തോട് അവൻ കരഞ്ഞു. അവൻ ഇത് പിന്നീടാ ഞങ്ങളോട് ഇത് സാക്ഷ്യമായിട്ട് പറയുന്നത്. അന്ന് രാത്രി ദൈവസന്നിധിയിൽ അവൻ കരഞ്ഞ് ദൈവത്തോട് പറഞ്ഞ് എനിക്ക് സൗഖ്യം തരണം. അത് കഴിഞ്ഞ് കുറെ നേരം അവൻ അവിടെ കണ്ണുനീരോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് വീണ്ടും അവൻ മുറി പോയി കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. ഒത്തിരി രാത്രിയായി അവനങ്ങ് ഉറങ്ങിപ്പോയി കഴിഞ്ഞ് പിന്നെ വെളുപ്പിനെ എഴുന്നേക്കുമ്പോൾ അവൻ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റ് അവൻ കണ്ണാടിയുടെ മുൻപിൽ പോയി നോക്കുമ്പോൾ അവൻ ബിൽക്കുൽ നോർമലായിരിക്കുന്ന, അവൻ ഒരു കുഴപ്പവുമില്ല. ഒരു അലർജിയുടെ ഒരു അംശം പോലും അവൻ്റെ ശരീരത്തിലില്ല. അന്ന് രാത്രി കർത്താവ് അവന് പൂർണ്ണ വിടുതൽ, ആ ഒരു അലർജിയിലൂടെ ഒരു പൂർണ്ണ വിടുതൽ കർത്താവ് അവന് നൽകി. അവനൊരു പ്രയാസമില്ല. അവന് സന്തോഷത്തോടെ ധൈര്യത്തോടെ അത് കഴിഞ്ഞ് അവന് ഒരു ഉറപ്പ് വന്നു, എൻ്റെ കർത്താവ് എന്നോട് കൂടെയുണ്ട്, എൻ്റെ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ സൗഖ്യമാക്കി എന്നുള്ള ഒരു ഉറപ്പോടുകൂടെ പിന്നെ അവൻ ഇന്റർവ്യൂ ഫേസ് ചെയ്യുന്ന. പ്രിയ ദൈവമക്കളെ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ജീവിതത്തിലെ ചില സിറ്റുവേഷൻസിൽ ചിലപ്പം ആരും നമ്മുടെ അടുത്ത് കാണത്തില്ല. നമ്മളെ സഹായിക്കുമോ, നമ്മളെ ബലപ്പെടുത്താനോ ആരും കാണത്തില്ല. ചില നിമിഷങ്ങൾ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും ചില പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. എന്നാൽ ആ സിറ്റുവേഷനിൽ നമ്മൾ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ ഇരുന്നാൽ മാത്രം മതി. നമുക്കറിയാം, നമ്മുടെ കർത്താവ് കണ്ണുനീരിനെ മറികടക്കാത്ത ഒരു ദൈവമാണ്. നമ്മൾ വചനത്തിൽ ഉടനീളം കാണുന്നല്ലേ, ഹാഗാറിന്റെ കണ്ണുനീരിന്റെ മുൻപിൽ നിന്ന ഒരു ദൈവമാണ് ദൈവം. മറിയയുടെ കണ്ണുനീരിന്റെ മുൻപിൽ നിന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. കണ്ണുനീരിനെ മറികടക്കാത്ത ഒരു ദൈവം നമ്മുടെ ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും, വേറെ ആരും നമുക്കില്ലെങ്കിലും, ഒരു മരുന്നും നമുക്കില്ലെങ്കിലും, ദൈവസന്നിധിയിൽ കണ്ണുനീര് മാത്രം ഒഴിച്ചാൽ മതി. തീർച്ചയായിട്ടും അവൻ വിടുതൽ തരുന്ന ദൈവം, അവൻ സൗഖ്യം തരുന്ന ദൈവം, നമ്മുടെ പ്രതിസന്ധികളെ മാറ്റി നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അങ്ങനെ ആ ദിവസം അവൻ പൂർണ്ണ സൗഖ്യത്തോടെ ഫൈനൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് തുടർന്ന് അവൻ അതിനു വേണ്ടിയുള്ള സെലക്ഷൻ കിട്ടി. തുടർന്ന് അവൻ BD പഠനത്തിന് വേണ്ടി കോട്ടയത്തിലുള്ള മാർത്തോമ സെമിനാരിയിലേക്ക് കടന്നുപോയി. 2002, 2006 ആ 4 വർഷം BD പഠനം ചെയ്തു. ദൈവത്തിന്റെ കൃപയാൽ 2006 ഒരു പുരോഹിതനായി 2006 ജൂൺ മാസത്തിൽ ശമാശപ്പെട്ടു. ജൂലൈ മാസത്തിലായിരുന്നു ഓർഡിനേഷൻ. അങ്ങനെ അവൻ്റെ ഫസ്റ്റ് പോസ്റ്റിംഗ് ഗാസിയാബാദിലായിരുന്നു. ഡൽഹിക്ക് അടുത്തുള്ള ഗാസിയാബാദിലായിരുന്നു അച്ചച്ചൻ്റെ ഫസ്റ്റ് പോസ്റ്റിംഗ്. അങ്ങനെ ദൈവത്തിൻ്റെ കൃപയാൽ സന്തോഷത്തോടുകൂടെ അവനെ അവിടെ കൊണ്ടാക്കി. പപ്പ മമ്മി എല്ലാവരും അവിടെ കൊണ്ടാക്കി. എന്നാൽ ഞാൻ പറയട്ടെ, 2006 അവൻ അച്ഛൻ അവിടെ ജോയിൻ ചെയ്തു. എന്നാൽ 2007 ജൂൺ 13 വളരെ ഞങ്ങളെ എല്ലാം ഞെട്ടിപ്പിച്ച ഒരു ദിവസമായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു ദിവസം. അന്ന് ജൂൺ 13 എല്ലാ ദിവസവും എൻ്റെ അച്ചാച്ചൻ രാത്രി മമ്മിയോട് സംസാരിക്കും. എല്ലാ ദിവസവും രാത്രി 10, 10:30, 11 ആവുമ്പോൾ എൻ്റെ മമ്മിയെ വിളിക്കും. അവിടുത്തെ എല്ലാ പ്രെയർ മീറ്റിംഗ്സും കഴിഞ്ഞ്, ഹൗസ് വിസിറ്റ് എല്ലാം കഴിഞ്ഞ് എല്ലാ ദിവസവും രാത്രി വന്ന് മമ്മിയെ വിളിക്കും. മമ്മിയോട് 1 മണിക്കൂറോളം സംസാരിക്കും. എല്ലാ കാര്യങ്ങളും, അന്ന് പകൽ നടന്ന എല്ലാ കാര്യങ്ങളും മമ്മിയോട് ഷെയർ ചെയ്യും. ഇന്ന് ഇവിടെ പോയി, ഇന്ന് ഇവിടെ പ്രെയർ ആയിരുന്നു, ഇത് നടന്നു, അത് നടന്നു, അങ്ങനെ എല്ലാം ഷെയർ ചെയ്ത് 1 മണിക്കൂറോളം മമ്മിയോട് സംസാരിക്കും. അത് കഴിഞ്ഞ് അങ്ങനെ ജൂൺ 12 രാത്രി മമ്മിയോട് 1 മണിക്കൂറോളം സംസാരിച്ചു. അത് കഴിഞ്ഞ് ജൂൺ 13 വൈകിട്ട് ഒരു 5:30 ആയപ്പം അച്ഛനെ വിളിച്ചു. അന്ന് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. ഞങ്ങൾ അന്ന് ചെങ്ങന്നൂരിൽ ശുശ്രൂഷ ചെയ്യുന്ന സമയമാണ്. ചെങ്ങന്നൂർ വലിയ പള്ളിയിൽ അസിസ്റ്റന്റ് വികാരായിട്ട് എൻ്റെ ഹസ്ബൻഡ് അച്ഛനായി ശുശ്രൂഷ ചെയ്യുന്ന സമയമായിരുന്നു. അങ്ങനെ ബിനോ അച്ഛൻ ഗാസിയാബാദിൽ നിന്ന് 5:30 ആയപ്പോൾ എൻ്റെ അച്ഛനെ ഫോണിൽ വിളിച്ചു. അങ്ങനെ അച്ഛനോട് ഏതാണ്ടൊക്കെ പറയാനുണ്ടായിരുന്നു. അങ്ങനെ അച്ഛനോട് 5:30 സംസാരിച്ചു, ഫോൺ വെച്ചു. അത് കഴിഞ്ഞ്
ഏകദേശം ഒരു മണിക്കൂർ കഴിയുമ്പോഴാണ് ഒരു ഫോൺ കോൾ വരുന്നത്. അച്ചാച്ചൻ്റെ ആക്സിഡൻ്റ് ആയി, സീരിയസ് കണ്ടീഷൻ ആണെന്ന് അറിയിച്ചു. എന്നാൽ ആ ആക്സിഡൻ്റ് ഒരു സാധാരണ ആക്സിഡൻ്റ് അല്ലായിരുന്നു. അച്ചാച്ചൻ ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞ് അവരുടെ ഗാസിയാബാദിൻ്റെ പാർസ്നേജ് എന്ന് പറയുന്ന ഒരു ഫ്ലാറ്റ് ആയിരുന്നു. നമുക്കറിയാമല്ലോ, അവിടെ എല്ലാം ഈ ഫ്ലാറ്റ് സിസ്റ്റമാണ്. അപ്പോൾ ഫ്ലാറ്റിൻ്റെ ഏറ്റവും ടോപ്പിൽ ടെറസിൽ പോയി ആ ഫ്ലാറ്റിലെ കൊച്ചു കുഞ്ഞുങ്ങളെല്ലാവരും അവിടെ കളിക്കുമായിരുന്നു. അപ്പോൾ ഈ എൻ്റെ അച്ചാച്ചൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ പിള്ളേരുമായി പെട്ടെന്ന് മിങ്കിളാവും, പിള്ളേരെ വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛനും ആ ഫ്രീ ടൈം ആയിരുന്നുകൊണ്ട് ടെറസിൽ പോയി പിള്ളേരുടെ കൂടെ കളിക്കുമായിരുന്നു. എന്നാൽ എന്തോ ഒരു അബദ്ധത്തിൽ ഏതോ ഒരു പിള്ളേരെ ടെറസിൻ്റെ പാരപ്പെട്ടിയിൽ അച്ചാച്ചൻ ഇരുന്നപ്പോൾ ആരോ പിള്ളേർ അറിയാതെ കളിച്ചുകൊണ്ട് തന്നെ തെള്ളിയതാണ്. അവിടെ നിന്ന് താഴേലോട്ട് വീഴുമായിരുന്നു, തല ഇടിച്ചു വീഴുമായിരുന്നു. അങ്ങനെ വീട്ടിൽ ഫോൺ കോൾ വന്നു, ഞങ്ങൾക്ക് ഫോൺ കോൾ വന്നു, സീരിയസ് കണ്ടീഷനാണ്. അവിടുത്തെ അവരെല്ലാവരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അന്നേരം തന്നെ ഗാസിയാബാദ് ഹോസ്പിറ്റലിൽ അവിടുത്തെ അച്ഛന്മാരും അവിടുത്തെ എൻ്റെ അച്ചാച്ചൻ ശുശ്രൂഷ ചെയ്ത പള്ളിയിലെ ജനങ്ങളെല്ലാവരും കൂടി അവരെല്ലാം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. ഇവിടെ ഭോപ്പാലിൽ അറിഞ്ഞപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങൾ അറിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ചാച്ചൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. അത് ദൈവത്തിൻ്റെ ഹിതമായിരുന്നെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. എൻ്റെ മമ്മി പറയുന്നത്, മമ്മിയോട് ദൈവം മുന്നമേ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. പരിശുദ്ധാത്മാവ് കുറേ ദിവസം മുന്നേ തന്നെ മമ്മിയോട് പറയുന്നുണ്ടായിരുന്നു, അച്ഛൻ്റെ അടുത്തേക്കൊന്ന് പോ. എന്നാൽ എൻ്റെ മമ്മി, ഞാൻ പറഞ്ഞല്ലോ, ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. മമ്മിക്ക് ലീവ് ഇല്ലായിരുന്നു, ലീവ് എടുത്ത് പോകാനായിട്ട് ലീവ് കിട്ടത്തില്ലായിരുന്നു. അങ്ങനെ ദൈവാത്മാവ് കുറേ മമ്മിയോട് പറഞ്ഞായിരുന്നു, അച്ഛൻ്റെ അടുത്തേക്ക് പോ. പക്ഷെ മമ്മിക്ക് പോകാൻ സാധിച്ചില്ല. അങ്ങനെ ഒരു 2-3 ഇൻസ്റ്റൻസിൽ ദൈവാത്മാവ് മമ്മിയോട് പറഞ്ഞ് എന്തോ ഒരു അനർത്ഥം വീട്ടിൽ സംഭവിക്കാൻ പോകാമെന്ന് മമ്മിക്കൊരു ആത്മാവിൽ മമ്മിക്കൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. എന്നാൽ ഇങ്ങനെ സംഭവിക്കുന്നത് ഞങ്ങൾ ആരും സ്വപ്നത്തിൽ പോലും ചിന്തിച്ച കാര്യമല്ല. അത് മാത്രമല്ല, എൻ്റെ ബ്രദറിൻ്റെ കല്യാണമെല്ലാം ഫിക്സ് ചെയ്ത് കല്യാണക്കുറി കൊടുത്തോണ്ടിരുന്ന ഒരു സമയത്താണ് ഇത് സംഭവിക്കുന്നത്. ജൂൺ 13 എൻ്റെ അച്ഛൻ മരിക്കുന്നത്. ജൂലൈ മാസത്തിലായിരുന്നു കല്യാണം ഫിക്സ് ചെയ്തിരുന്നത്. അതിന് വേണ്ടി എല്ലാ ഒരുക്കങ്ങളും ചെയ്തിരുന്നു. കാർഡ്സ് എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സമയത്താണ് ഇങ്ങനൊരു സംഭവം ഞങ്ങളുടെ ഭവനത്തിൽ ഉണ്ടാകുന്നത്. ഞങ്ങൾ അന്ന് ചെങ്ങന്നൂരിലായിരുന്നു. അവിടെ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞാൽ ആ ദിവസങ്ങളിലെല്ലാം ഞാൻ വിശ്വാസത്തിൻ്റെ ഒരു ബുക്ക് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. PG വർഗീസ് അങ്കിളുടെ വിശ്വാസത്തിൻ്റെ ഒരു ബുക്ക് അപ്പം അങ്ങനെ ഞാൻ ആ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു ട്രാജഡി ഞങ്ങളുടെ വീട്ടിലേക്ക് നടക്കുന്നത്. എൻ്റെ രണ്ടാമത്തെ ബ്രദർ അന്ന് സോഷ്യൽ വർക്കറായി ഇൻഡോറിൽ ജോലി ചെയ്യുന്ന സമയമാണ്. എൻ്റെ രണ്ടാമത്തെ ബ്രദറും അവനും ദൈവം ദർശനം കൊടുത്തു, ഇങ്ങനെ ഒരു സംഭവം ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാകുമെന്ന്. അതുകൊണ്ട് അങ്ങനെ ഞങ്ങളെ എല്ലാവരെയും ദൈവം സത്യം പറഞ്ഞാൽ ഒരുക്കിയിട്ടാണ് ഈ ഒരു ട്രാജഡി ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും അന്ന് ഞങ്ങളുടെ അച്ഛൻ സാക്ഷ്യത്തിലാണ് പിന്നീട് ഇത് പറയുന്നത്. ഈ മമ്മി ഈ മരണ വാർത്ത കേട്ടപ്പോൾ ആദ്യം മമ്മി അച്ഛനോട് പറഞ്ഞത് ഇതാ, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇതാണ് മമ്മിയുടെ വായിൽ നിന്ന് ആദ്യം വന്ന വാക്കുകൾ. ഇത് അച്ഛൻ പിന്നീട് പള്ളിയിലാണ് സംസ്കാര ശുശ്രൂഷയിൽ ഈ സാക്ഷ്യമായിട്ട് ഇത് പറയുന്നത്. ഞാൻ വിചാരിക്കുന്ന എൻ്റെ പപ്പ മമ്മിയെ ദൈവമാണ് നിർത്തിയത്. അന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഭോപ്പാലിൽ ജനിച്ചു വളർന്നു, വളരെ ആക്റ്റീവായി ഞങ്ങളുടെ പള്ളിയിലും ഞങ്ങളുടെ സമൂഹത്തിലും എല്ലാം ആക്റ്റീവായ അന്ന് സത്യം പറഞ്ഞാൽ അച്ഛൻ്റെ ശവസംസ്കാര ശുശ്രൂഷ ഒരു ആഘോഷമായിട്ട് തന്നെയാണ് ഞങ്ങളുടെ ഭോപ്പാലിലെ ജനങ്ങളെല്ലാവരും നടത്തി. ഞങ്ങളൊന്നും അറിഞ്ഞില്ല. അച്ഛൻ മരിച്ചു, ആ ഡൽഹിയിൽ നിന്നും ബോഡി കൊണ്ടുവരുന്ന കാര്യങ്ങളും വീട്ടിൽ അച്ഛന്മാർ വരുന്നു, തിരുമേനിമാർ വരുന്നു, അവരുടെ എല്ലാ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ഞങ്ങളുടെ ഭോപ്പാലിലെ ജനങ്ങളാണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത. അതെല്ലാം ഞാൻ ഇന്ന് നന്ദിയോടെ ഓർക്കുക. അതെല്ലാം ദൈവത്തിൻ്റെ ഒരു കരുതലായിരുന്നു. ദൈവം അവിടെ എല്ലാം ഞങ്ങളെ നിർത്തി.
എൻ്റെ അച്ചച്ചൻ്റെ കാര്യം പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെ എല്ലാ ദൈവവേലയുടെ ഒരു ബോധ്യത്തോടെയാണ് ഞങ്ങളുടെ മമ്മി ഞങ്ങളെ വളർത്തി. അതുകൊണ്ട് അവൻ്റെ കോളേജ് ഡേയ്സിൽ തന്നെ ഈ ബിനോച്ചനും റിനോച്ചനും രണ്ടുപേരും അവർ ട്രാക്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകുമായിരുന്നു പല വീടുകളിലും. പിന്നെ അവർ CFമായി ചേർന്ന് അവർ സ്ലം ഏരിയാസിൽ കുഞ്ഞുങ്ങളുമായി സുവിശേഷം അറിയിക്കാൻ പോകുമായിരുന്നു. അങ്ങനെ ഒരു വളരെ സുവിശേഷ താല്പര്യമുള്ള ഒരു അച്ചാച്ചനായിരുന്നു എൻ്റെ ബ്രദറും, എൻ്റെ 2 ബ്രദേഴ്സും. എന്നാൽ ദൈവം അത്രയും ശുശ്രൂഷ വെച്ചിട്ടുള്ളായിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവൻ്റെ ശുശ്രൂഷ പൂർത്തീകരിച്ച് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. എന്നാൽ ഞാൻ പറയട്ടെ, നമ്മുടെ ബൈബിളിൽ ഒരു വാക്യമുണ്ടല്ലോ, ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്തില്ല എങ്കിൽ അത് തനിച്ചിരിക്കും, എന്നാൽ ചത്താലോ അത് അധികം ഫലം പുറപ്പെടുവിക്കും. അതാണ് എൻ്റെ ബ്രദറിൻ്റെ ജീവിതം. എൻ്റെ ബ്രദറിൻ്റെ മരണം കഴിഞ്ഞപ്പോൾ ആ ഗാസിയാബാദി അവൻ ശുശ്രൂഷ ചെയ്ത് ആ ചർച്ചിൽ അനേക യൗവനക്കാർ പൂർണ്ണ സമയ സുവിശേഷ വേലയ്ക്ക് വേണ്ടി അവർ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. അത് മാത്രമല്ല, ഞങ്ങൾ കൂടി നടന്ന അന്ന് എൻ്റെ പപ്പ മമ്മി കൂടി നടന്ന കോലാർ മാർത്തോമ ചർച്ച്, ബഥേൽ മാർത്തോമ ചർച്ചിലെയും അനേക യുവജനങ്ങൾ കർത്താവിൻ്റെ പൂർണ്ണ സമയ സുവിശേഷ വേലയ്ക്ക് വേണ്ടി അവരെ തന്നെ സമർപ്പിച്ചു ഈ ഒരു മരണത്തിൻ്റെ ശേഷം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ ബ്രദർ തീർച്ചയായിട്ടും, എൻ്റെ പപ്പ മമ്മിക്ക് അവരുടെ മകൻ നഷ്ടമായി, ഞങ്ങൾക്ക് ഞങ്ങളുടെ ബ്രദർ നഷ്ടമായി. എന്നാൽ ദൈവസന്നിധിയിൽ അതൊരു വലിയ നേട്ടമാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. അതിലൂടെ അനേകർ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എഴുന്നേറ്റു എന്ന് ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ പപ്പ മമ്മി ഭവനത്തിലായിരിക്കും. ഒത്തിരി വേദനയായിരുന്നു. നമുക്കറിയാമല്ലോ, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത പപ്പ മമ്മിയുടെ മൂത്ത മകൻ അനേകർക്ക് പല ചോദ്യങ്ങളുണ്ടായിരുന്നു. എന്താ ഈ കുടുംബത്തിൽ ഇത് സംഭവിച്ചേ? 3 പേരെയും ദൈവവേലയ്ക്ക് വേണ്ടി കൊടുത്തു, ദൈവത്തിന് വേണ്ടി വളർത്തി, എന്നാൽ ഈ കുടുംബത്തിൽ എന്താ? എന്നാൽ എൻ്റെ പപ്പ മമ്മി ഒരിക്കലും ദൈവത്തോട് അത് ചോദിച്ചിട്ടില്ല. പക്ഷെ തീർച്ചയായിട്ടും ഒത്തിരി വേദനയുണ്ടായിരുന്നു, പ്രയാസമുണ്ടായിരുന്നു. എന്നാലും എൻ്റെ പപ്പ മമ്മി ആ ശവസംസ്കാര ശുശ്രൂഷയിൽ കർത്താവിനെ സാക്ഷീകരിച്ചു. പപ്പ എഴുന്നേറ്റ് ഫ്രണ്ടിൽ പോയി നിന്ന് ദൈവത്തെ സാക്ഷീകരിച്ചു. അതെല്ലാവരെയും അത്ഭുതപ്പെടുത്തി. അവിടെ എല്ലാം എൻ്റെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെട്ടു. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വിശ്വാസത്തിൽ ഉറച്ചു നിൽപ്പാൻ ദൈവം ഞങ്ങളെ കുടുംബമായി ഇടയാക്കിയത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ 2ാമത്തെ ബ്രദർ ആ സമയത്ത് സോഷ്യൽ വർക്കറായി ഇൻഡോറിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അത് കഴിഞ്ഞ് ജൂൺ മാസത്തിലാണ് എൻ്റെ മൂത്ത അച്ചച്ചൻ മരിക്കുന്നത്. അത് ഒക്ടോബറിലാണ് എൻ്റെ 2ാമത്തെ ബ്രദറിന്റെ കല്യാണം നേരത്തെ ഫിക്സ് ചെയ്തിരിക്കുമായിരുന്നു. അങ്ങനെ ഒക്ടോബർ മാസത്തിൽ തന്നെ എൻ്റെ 2ാമത്തെ അച്ചച്ചന്റെ കല്യാണം നാട്ടിൽ വെച്ച് നടത്തി. UK-യിൽ നിന്ന് ഒരു നേഴ്സ്, പുല്ലാടിലായിരിക്കുന്ന ബിന്ദു എന്ന പേര്, ദൈവത്തിന്റെ കൃപയാൽ അവരിപ്പോൾ UK-യിലായിരിക്കുന്നു. കർത്താവിന്റെ വേല ചെയ്തു വരുന്നു. ജോലിയോട് കൂടെ തന്നെ സ്ട്രീറ്റ് മിനിസ്ട്രിയും കുഞ്ഞുങ്ങളുടെ ഇടയിലുള്ള ശുശ്രൂഷയും അതെല്ലാം ചെയ്തു വരുന്നു. എൻ്റെ അച്ചാച്ചൻ, എൻ്റെ 2ാമത്തെ അച്ചാച്ചന്റെ കാര്യം പറയുവാണെങ്കിൽ UK ചെന്ന് കഴിഞ്ഞ് ഒരു വർഷം 1.5 വർഷം കഴിഞ്ഞപ്പോൾ റിനാച്ചനോട് ദൈവാത്മാവ് ഇടപെട്ടു. വിശ്വാസ സ്നാനം ഏൽക്കണം, കർത്താവിന് വേണ്ടി വേർപെടണം. അങ്ങനെ അവർ കുടുംബമായി ആ ദേശത്ത് തന്നെ ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുത്തു. അങ്ങനെ റിനാച്ചൻ എൻ്റെ മമ്മിയെ ഫോണിൽ വിളിച്ച് മമ്മിയോട് പറഞ്ഞു, മമ്മി, എനിക്ക് ദൈവാത്മാവ് എന്നെ വിശ്വാസ സ്നാനം ഏൽക്കുവാനും വേർപെടുവാനും ഉള്ള ശക്തമായ പ്രേരണ എനിക്ക് തരുന്നുണ്ട്. അന്നേരം മമ്മി ഫോണിൽ വേറൊന്നും പറഞ്ഞില്ല. മമ്മി പറഞ്ഞു, മോനെ, ദൈവാത്മാവ് മോനെ എങ്ങനെ നയിക്കുന്നു അങ്ങനെ മോനങ്ങ് മുൻപോട്ട് പൊക്കോ, ഞങ്ങൾക്ക് ഒരു എതിരുമില്ല. അങ്ങനെ മമ്മി ഒരു വാക്ക് അച്ഛനോട് ഫോണിൽ പറഞ്ഞു. അങ്ങനെ അവര് അവിടെ ചെന്ന് കഴിഞ്ഞ് ഏകദേശം ഒരു 1.5-2 വർഷം കഴിഞ്ഞ് അവര് വിശ്വാസ സ്നാനം ആ ദേശത്ത് തന്നെ എടുത്തു. 2 പേരും വേർപെട്ട്, മാർത്തോമായിൽ നിന്ന് മാറി വേർപെട്ട് കർത്താവിനെ ആരാധിക്കുവാൻ അവർ അവിടെ തന്നെ ഒരു മലയാളം ഇൻഡിപെൻഡന്റ് ചർച്ച് ജോയിൻ ചെയ്തു. ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് അവര് ദൈവത്തിന്റെ വേലയിലും ജോലിയിലും ആയിരിക്കുന്നു. അതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ആദ്യം ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും എൻ്റെ ഈ 2ാമത്തെ ബ്രദറാണ് വിശ്വാസത്തിലേക്ക് ഇറങ്ങുന്നത്. അത് കഴിഞ്ഞ് എൻ്റെ ജീവിതം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ 12th കഴിഞ്ഞ് ഞാൻ BSc മാത്സ് പഠനത്തിനായി ഭോപ്പാലിൽ തന്നെ ഒരു കോളേജിൽ ജോയിൻ ചെയ്തു.
ദൈവത്തിന്റെ കൃപയാൽ 2 വർഷം പഠിച്ചു. 3-ാമത്തെ വർഷം ഇനി അടുത്തത് എന്ത് ചെയ്യണം എല്ല ഒരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ മമ്മി എപ്പോഴും പറയും ടീച്ചിങ് ലൈനാ ലേഡീസിന് ഏറ്റവും നല്ലതെന്ന് എൻ്റെ മമ്മി എപ്പോഴും പറയുമായിരുന്നു. അങ്ങനെ നീ ടീച്ചിങ് ലൈനിലേക്ക് പോയാൽ മതി, അങ്ങനെ എൻ്റെ മമ്മി എന്നോട് പറയുമായിരുന്നു. അതാകുമ്പോൾ ദൈവത്തിന്റെ വേലയും ചെയ്യാം, കുഞ്ഞുങ്ങളോട് സുവിശേഷം അറിയിക്കാം, ആ ഒരു രീതിയിൽ പോകണമെന്നായിരുന്നു എൻ്റെ പേരൻസിന്റെ ആഗ്രഹം. ഞാനും അത് തന്നെയായിരുന്നു ആഗ്രഹിച്ചത്. എന്നാൽ 3rd ഇയർ BSc മാത്സ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ എൻ്റെ കൂടെയുള്ള എൻ്റെ കൂട്ടുകാർ എല്ലാം MCA പഠനത്തിനായി MCAക്ക് വേണ്ടിയുള്ള കോച്ചിങ് ജോയിൻ ചെയ്യുന്നു. അങ്ങനെ അവരെല്ലാം പറയുന്നു, എടി ഇനി കമ്പ്യൂട്ടർ ഫീൽഡിലേക്ക് പോകുന്നതാ ഏറ്റവും നല്ല, അവിടെ ആ ജോലി സാധ്യത. അങ്ങനെ എൻ്റെ പല ഫ്രണ്ട്സും MCA കോച്ചിങ് ജോയിൻ ചെയ്യാനിടയായി തീർന്നു. എന്നാൽ അങ്ങനെ വന്നപ്പോൾ എനിക്കും തോന്നി ഞാനും അത് തന്നെ അങ്ങ് ചെയ്താലോ എന്ന് ചിന്തിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ വന്നു എൻ്റെ പപ്പ മമ്മിയോട് പറഞ്ഞു, പപ്പ മമ്മി ഞാൻ MCA ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് എന്നെ കോച്ചിങ്ങിന് വിടണം. അപ്പൊ മമ്മി പറഞ്ഞു, മോളെ നിനക്കത് വേണ്ട, നീ ടീച്ചിങ് ലൈനിലേക്ക് പോയാൽ മതി. എന്നാൽ ഞാൻ പറഞ്ഞു, ഇല്ല മമ്മി, എൻ്റെ ഫ്രണ്ട്സ് എല്ലാം MCA കോച്ചിങ്ങിന് പോവാ, എനിക്കും അതിന് പോണം. അപ്പൊ പപ്പ മമ്മി എൻ്റെ നിർബന്ധം കൊണ്ട് അവര് പറഞ്ഞു, ഓക്കെ എന്നാ നീ പൊക്കോ. അങ്ങനെ ഞാനും MCA കോച്ചിങ് ജോയിൻ ചെയ്തു. എൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെ MCAയുടെ കോച്ചിങ് കുറച്ച് മാസങ്ങൾ ഞങ്ങൾ പോയി. അത് കഴിഞ്ഞ് MCAയുടെ ലാസ്റ്റ്, എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ലാസ്റ്റ് MCAയുടെ ഫൈനൽ എൻട്രൻസ് എക്സാം അടുത്തപ്പോഴത്തേക്കും ഒരു ദിവസം വീട്ടിൽ തന്നെ ഞാൻ തെന്നി വീണ് എൻ്റെ റൈറ്റ് ഹാൻഡ് ഫ്രാക്ചർ ആയി. അതിന്റെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞായി MCAയുടെ എൻട്രൻസ് എക്സാം. ഞാൻ ഓർത്ത്, എൻ്റെ ദൈവമേ, ഞാൻ ഇത്രയും മാസങ്ങൾ കോച്ചിങ്ങിൽ പോയി പപ്പ മമ്മിയുടെ പൈസ എല്ലാം ചെലവാക്കി ഞാൻ പഠിച്ചു, ഇത് എക്സാം അടുത്ത് വന്നപ്പോഴത്തേക്കും എൻ്റെ റൈറ്റ് ഹാൻഡ് തന്നെ ഒടിച്ചല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തോട് പറഞ്ഞു. എന്നാൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്ന അത് ദൈവത്തിന്റെ ഒരു പദ്ധതിയായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ കൈ ഫ്രാക്ചർ ആയതുകൊണ്ട് തന്നെ ഞാൻ MCAയുടെ എൻട്രൻസ് എക്സാം എനിക്ക് എഴുതാൻ സാധിച്ചില്ല. അതെനിക്ക് ആ സമയത്ത് എനിക്കൊരു നിരാശയായിരുന്നു. എന്നാൽ എൻ്റെ മമ്മി പറഞ്ഞു, മോളെ ഒന്നും വിഷമിക്കേണ്ട, എല്ലാം ദൈവത്തിന്റെ ഹിതം പോലെ നിന്റെ ജീവിതത്തിൽ നടക്കട്ടെ, നീ അതിനായി വിട്ടുകൊടുക്ക്, അങ്ങനെ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓക്കെ മമ്മി. അങ്ങനെ പറഞ്ഞു. എന്നാ ഇനി അടുത്ത എന്തോ ചെയ്യണം, MSc മാത്സിലേക്ക് പോണോ B.Ed ചെയ്യണോ, അങ്ങനെ ഒരു കൺഫ്യൂഷനിൽ ഇരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു എൻ്റെ അടുത്തുള്ള ഒരു അങ്കിൾ വന്ന് പറഞ്ഞു, അവരുടെ മോൾ പഠിക്കുന്ന ഭിലായിലായിരുന്നു, ഭിലായിലെ സെന്റ് തോമസ് കോളേജിൽ B.Edന് വേണ്ടി ഒരു സീറ്റ് ബാക്കിയുണ്ട്, ലിൻസ പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാനത് അതിന്റെ ഫോം ഒക്കെ തരാമെന്ന് അങ്കിൾ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു. അങ്ങനെ ദൈവം അതിനു വേണ്ടി എനിക്കൊരു വഴി ഒരുക്കി. അങ്ങനെ ഞാൻ BSc മാത്സ് കഴിഞ്ഞ് B.Ed പഠനത്തിനായി ഞാൻ ഭിലായിലേക്ക് കടന്നു പോവുകയാണ്. ഛത്തീസ്ഗഡിലാണ് ഭിലായി. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്ത് ഒരു ഹോസ്റ്റൽ ലൈഫിലേക്ക് ഞാൻ ആദ്യമായിട്ട് പോവുകയാണ്. അവിടെ ചെന്ന് ഹോസ്റ്റലിൽ ജോയിൻ ചെയ്തു. എന്നാൽ എനിക്ക് ഒത്തിരി, ഞാൻ എൻ്റെ പപ്പ മമ്മിയെ ഒത്തിരി മിസ് ചെയ്യുമായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിലെ ഏറ്റവും ഇളയ ആളായതുകൊണ്ട് എന്നെ ഒത്തിരി സ്നേഹിച്ചാ വളർത്തി. എൻ്റെ 2 ആങ്ങളമാർക്കും ഞാൻ ഒറ്റയൊരു പെങ്ങളായ ഒത്തിരി സ്നേഹിച്ചു, ഒത്തിരി ലാളിച്ച എന്നെ വളർത്തി. അപ്പൊ ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് വെളിയിൽ പോയപ്പോൾ എനിക്ക് ഒത്തിരി ഹോം സിക്നെസ് ഫീലായി. എന്നാൽ അവിടെ എല്ലാം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മമ്മി പേഴ്സണൽ പ്രെയർ ചെയ്യുവാൻ എന്നെ ഒരു പഠിപ്പിച്ചത് കൊണ്ട് അവിടെ ചെന്നും ഞാൻ രാവിലെ എഴുന്നേറ്റ് ഞാൻ ടെറസിൽ പോകും. ഞങ്ങളുടെ ഹോസ്റ്റലിന്റെ ടെറസിൽ തന്നെ ഞാൻ ബൈബിൾ എടുത്തുകൊണ്ട് പോയി അവിടെ ടെറസിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ അപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന കണ്ടപ്പോൾ എൻ്റെ റൂമിന്റെ നെക്സ്റ്റ് റൂമിൽ താമസിച്ചിരുന്ന ഒരു ദീപ്തി എന്ന് പറയുന്ന ഒരു ദീദി ഉണ്ടായിരുന്നു. ദീദി MSc കഴിഞ്ഞ് B.Edനായി അവിടെ ചേർന്ന്, ഞങ്ങൾ ഒരേ ക്ലാസ്സിലായിരുന്നു, ഞങ്ങൾ ഒരേ ഹോസ്റ്റലിൽ, പക്ഷെ വേറെ റൂമായിരുന്നു. അങ്ങനെ ദീദി പറഞ്ഞു, ലിൻസ ഞാനും രാവിലെ വരാം, ഞാനും EUലൊക്കെ ചേർന്ന്, എനിക്കും ഇഷ്ടമായത് ക്വൈറ്റ് ടൈമും പ്രെയർ ഒക്കെ ചെയ്യാൻ. അങ്ങനെ ദീദി ഞാനും കൂടെ, ഞങ്ങൾ 2 പേരും കൂടെ രാവിലെ എഴുന്നേറ്റ്
ടെറസിൽ പോയി കുറച്ചു നേരം ഞങ്ങൾ വചനം ഷെയർ ചെയ്യും. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ പ്രാർത്ഥിച്ചു. അങ്ങനെ ദൈവത്തിന്റെ കൃപയാൽ അവിടെ എനിക്കൊരു കൂട്ട് ദൈവം തന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും. അങ്ങനെ സന്തോഷകരമായി അവിടെ. എന്നാൽ BEd പഠനം മുൻപോട്ട് പോകുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഒരു വലിയ ആഗ്രഹമായിരുന്നു, എൻ്റെ കൂടെ ഉള്ളവരോട് എനിക്ക് സുവിശേഷം പറയണം. എൻ്റെ കൂടെ പഠിക്കുന്ന, എൻ്റെ ഹോസ്റ്റലിലായിരിക്കുന്ന ഇവരൊന്നും നഷ്ടപ്പെട്ടു പോകല്ലേ എന്ന ആ ഒരു ഭാരം എൻ്റെ ഉള്ളിൽ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് അന്ന് തന്നതാണ് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഞാൻ ഈ BEd അന്ന് ഒരു വർഷമേ ഉള്ളൂ. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ. കുറെ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, ദൈവമേ എനിക്ക് ഇവരോട് സുവിശേഷം പറയണം, പക്ഷെ ഞാൻ എങ്ങനെ പറയും, എനിക്കൊന്നും അറിയത്തില്ല കർത്താവേ. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഈ BEd തീർന്ന് ഈ ഹോസ്റ്റലിൽ നിന്ന് പോകുന്നതിന് മുമ്പ് എനിക്ക് ഇവരോട് എല്ലാവരോടും ഒരു വാക്ക് എനിക്ക് സുവിശേഷം പറയണം. അല്ലെ നാളെ ഞാൻ ആ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ദൈവം എന്നോട് ചോദിക്കുമല്ലോ, നിന്റെ കൂടെ ഇവർ ഒരു വർഷം നിന്നിട്ട് നീ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന്. അങ്ങനെ പക്ഷെ കുറച്ച് ക്രിസ്ത്യൻസ് മർത്തോമായിലെയും ഓർത്തഡോക്സിലെയും അവർ ഞങ്ങളുടെ ഈ രാവിലത്തെ പ്രെയർ കണ്ട് ചിലർ ഒരു 2-3 പേര് അവരും ഞങ്ങളുമായി കൂടിയായിരുന്നു. അങ്ങനെ രാവിലെ ഞങ്ങൾ ഒരു 3-4 പേരായി ടെറസിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുകയും വചനം ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷെ ഒത്തിരി മറ്റ് സഭ റിലീജിയൻകാരും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ദൈവമേ എനിക്ക് എല്ലാവരോടും ഒന്ന് സുവിശേഷം പറയാൻ ഒരു അവസരം എനിക്ക് തരണം. അങ്ങനെ ഞങ്ങളുടെ BEdന്റെ പഠിത്തം പൂർത്തീകരിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരു 2-3 ആഴ്ച സ്റ്റഡി ലീവ് കിട്ടി. സ്റ്റഡി ലീവ് കിട്ടിയപ്പം വീട്ടിൽ പോകേണ്ടിയവർക്ക് വീട്ടിൽ പോകാം, പരീക്ഷ സമയത്തേക്ക് വന്നാൽ മതി. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് വീട്ടിൽ പോകാമായിരുന്നു. എന്നാൽ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഇനി സ്റ്റഡി ലീവ് കഴിഞ്ഞ് എക്സാം ആണല്ലോ, എക്സാം കഴിഞ്ഞ് എല്ലാവരും പോകും, ഞാനും പോകും, ഞാൻ ആരോടും ഒന്നും പറഞ്ഞില്ലല്ലോ. അങ്ങനെ ഒരു ഭാരം എൻ്റെ ഉള്ളിൽ എൻ്റെ ദൈവം എനിക്ക് തന്നു. അങ്ങനെ ഞാൻ ദൈവത്തിനെ മഹത്വപ്പെടുത്താൻ ഞാൻ പറയുകയാണ്. ഞാൻ ആ സ്റ്റഡി ലീവ് സമയത്ത് ദൈവത്തിന്റെ കൃപയാൽ ഓരോ റൂമിൽ ഓരോരുത്തർക്ക് ഓരോ പ്രശ്നം വന്നു. എൻ്റെ ബാക്കിലെ റൂമിലെ ഒരാൾക്ക് ഒരു പനി വന്നു, വിട്ടുമാറാതെ പനിക്കുക. പിന്നെ വേറെ ഒരാൾക്ക് അവിടെ വീട്ടിൽ ചില പ്രശ്നങ്ങൾ. അങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ കേട്ടപ്പോൾ ഞാൻ അവരോടൊക്കെ എനിക്ക് സുവിശേഷം അറിയിക്കാൻ ആ 3 ആഴ്ചത്തെ സ്റ്റഡി ലീവിന്റെ ഇടയ്ക്ക് തന്നെ അവരോടെല്ലാം സുവിശേഷം പറയുവാൻ ദൈവം എനിക്കൊരു അവസരം തന്നു. അതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. അങ്ങനെ ആ സ്റ്റഡി ലീവ് ഓൾമോസ്റ്റ് ആ ഹോസ്റ്റലിലായിരുന്ന എല്ലാ പിള്ളേരും, ആ ഹോസ്റ്റലിൽ എല്ലാവരും ഉണ്ടായിരുന്നു. BEd പിള്ളേരും ഉണ്ട്, മറ്റേ ഗ്രാജുവേഷൻ ചെയ്യുന്നവരും ഉണ്ട്, എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരോടും മാക്സിമം മറ്റ് സമുദായത്തിലുള്ള അവരോടൊക്കെ ഒരു സുവിശേഷം അറിയിക്കുവാൻ ദൈവം എനിക്കൊരു ഭാഗ്യം തന്നു. അതെനിക്കൊരു ഒത്തിരി സന്തോഷമായിരുന്നു. അതുകൊണ്ട് ഞാൻ BEd പഠിത്തം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ സന്തോഷത്തോടെ ഇറങ്ങിയ, കർത്താവേ എനിക്ക് അല്പമെങ്കിലും അങ്ങയുടെ വേല എനിക്ക് ഇവിടെ ചെയ്യാൻ പറ്റിയല്ലോ. അത് കഴിഞ്ഞ് എനിക്കറിയില്ല അവരൊക്കെ എത്രമാത്രം വിശ്വാസം, എന്നാലും എന്നെ ദൈവം ഏൽപ്പിച്ച ദൗത്യം എനിക്ക് ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ള ഒരു സന്തോഷത്തോടു കൂടെ ആയിരുന്നു ഞാൻ ആ BEd പഠിത്തം കഴിഞ്ഞ് ഇറങ്ങിയത്. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഭോപ്പാലിലേക്ക് വന്നു. ദൈവത്തിന്റെ കൃപയാൽ അത് കഴിഞ്ഞ ഉടനെ എനിക്കൊരു സ്കൂളിൽ പഠിപ്പിക്കാൻ അവസരം കിട്ടി. അങ്ങനെ കുറച്ചു നാള് അവിടെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുവാൻ എനിക്ക് ദൈവം ഭാഗ്യം തന്നു. പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അന്ന്, ഇത് 2004 കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. 2004 ഞാൻ ഭോപ്പാലിൽ ഒരു സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് എൻ്റെ മൂത്ത ബ്രദർ, ഞാൻ പറഞ്ഞല്ലോ, സെമിനാരി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം രാത്രി ഒരു 10 മണി കഴിഞ്ഞ് അവൻ സെമിനാരിയിൽ നിന്ന് വീട്ടിലേക്ക് വിളിച്ചു. പപ്പ മമ്മിയെ വിളിച്ചു പറഞ്ഞു, മമ്മി എന്നോട്, എൻ്റെ കൂട്ടുകാരൻ ജിജു എന്നോട് ഒരു ആലോചന പറയുകയാണ്. ലിൻസയ്ക്ക് വേണ്ടി ഇവിടെ ആയിരിക്കുന്ന ഒരു അച്ഛനെ, ഇവിടെ പഠിച്ചിറങ്ങിയ ഒരു അച്ഛനെ ജിജു ആലോചിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു. അപ്പം മമ്മി പറഞ്ഞു, മോനെ നമ്മൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല, നമുക്ക് അങ്ങനെ ഒരു ഒരുക്കവും ഇപ്പൊ ഇല്ല, അതുകൊണ്ട് അതിപ്പൊ നീ വേണ്ടാന്നങ്ങ് വേണ്ടാന്ന് പറഞ്ഞ് മമ്മി ഉടനെ ഫോൺ വെക്കുകയും ചെയ്തു.
അത് കഴിഞ്ഞ് മമ്മി ഈ കാര്യം രാത്രി പപ്പായോട് ഷെയർ ചെയ്തപ്പം പപ്പ പറഞ്ഞു, അയ്യോ നീ എന്തിനാ അത് നോ പറഞ്ഞ്, നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം, ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ അത് അങ്ങനെ തന്നെ മുൻപോട്ട് പോകട്ടെ. അങ്ങനെ പറഞ്ഞപ്പോൾ മമ്മി വീണ്ടും പെട്ടെന്ന് ബിനോച്ചനെ വിളിച്ചു പറഞ്ഞു, മോനെ എന്നാ നീ നോ പറയണ്ട, അത് വരട്ടെ, മുന്നോട്ട് വരട്ടെ, നമുക്ക് നോക്കാം, നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ പപ്പ മമ്മി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ പറയട്ടെ, എൻ്റെ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ മമ്മി എപ്പോഴും പണ്ട് തൊട്ടേ എൻ്റെ മമ്മി എപ്പോഴും എന്നോട് പറയുമായിരുന്നു, നിങ്ങൾ എന്തോ നിങ്ങൾക്ക് പ്രാർത്ഥന വിഷയം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എഴുതി വെച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെ ഞങ്ങൾക്ക് 3 പേർക്കും ഒരു പ്രെയർ ഡയറി ഉണ്ടായിരുന്നു. ഞങ്ങൾ പ്രെയർ ഡയറിയിൽ ഞങ്ങളുടെ പേഴ്സണൽ പോയിന്റ്സ് എല്ലാം, ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, ഇപ്പൊ ഞങ്ങളുടെ പരീക്ഷയാണോ, ഞങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും പ്രയാസം, അതെല്ലാം ഞങ്ങൾ ഇങ്ങനെ പോയിന്റ് വൈസ് എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ഞങ്ങളുടെ മമ്മിയിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ കോളേജിൽ കയറിയപ്പോൾ തന്നെ ഞാൻ എൻ്റെ പ്രെയർ ബുക്കിൽ എനിക്ക് ഫ്യൂച്ചറിൽ എങ്ങനെ ലൈഫ് പാർട്ട്ണർ വേണം കർത്താവെ, ഞാൻ ദൈവത്തിന്റെ വേല ചെയ്യാനാ ഞാനും ആഗ്രഹിച്ച്. അപ്പൊ ആ രീതിയിൽ തന്നെ എനിക്ക് മുൻപോട്ട് പോകണം. അങ്ങനെ ഞാനും കുറച്ച് എൻ്റെ ഫ്യൂച്ചർ പാർട്ട്ണർ എങ്ങനെ ആയിരിക്കണം, അങ്ങനെ കുറച്ച് ഞാൻ പോയിന്റ്സ് എൻ്റെ പ്രെയർ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനും ഇടയ്ക്കൊക്കെ, എപ്പോഴും പ്രാർത്ഥിക്കാറില്ല, ഇടയ്ക്കൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാൽ ആ പ്രെയർ ബുക്കിൽ അത് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഈ വിഷയം വന്നപ്പോൾ പപ്പ മമ്മി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, ഞാനും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, ദൈവഹിതം ആണെങ്കിൽ മാത്രമേ ഇത് മുൻപോട്ട് പോകാം, അല്ലെ ദൈവം തന്നെ ഇതിനെ അങ്ങ് മാറ്റണമേ അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. എന്നാൽ ബിനോച്ചന്റെ ഫ്രണ്ട് ജിജു ചച്ചൻ ഫോട്ടോ ബിനോച്ചനോട് പറഞ്ഞു, നീ നിന്റെ ലിൻസാടെ ഒരു ഫോട്ടോ ഇനി അയച്ചു തരാൻ പറ, ഫോട്ടോ അയച്ച് നമുക്കത് അവിടെ റോബി അച്ഛൻ അയച്ചു കൊടുക്കാം, ഇഷ്ടപ്പെടുവാണെങ്കിൽ മുൻപോട്ട് പോകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇവിടെ അന്ന് ഉള്ള ഒരു ഫോട്ടോ, അതിനുവേണ്ടി പ്രത്യേകിച്ച് ഫോട്ടോ ഒന്നും എടുത്തില്ല, വീട്ടിലുണ്ടായിരുന്ന ഒരു ഫോട്ടോ ഞങ്ങൾ അയച്ചു കൊടുത്തു, ബിനോച്ചൻ അയച്ചു കൊടുത്തു. അച്ഛൻ അവിടുന്ന് അത് റോബി അച്ഛൻ അന്ന് തണ്ണിത്തോടില ശുശ്രൂഷ ചെയ്യുന്ന, കോന്നിക്ക് അടുത്തുള്ള തണ്ണിത്തോടില ശുശ്രൂഷ ചെയ്യുന്ന, അവിടെ അയച്ചു കൊടുത്തു. അപ്പം അച്ഛന്റെ കാര്യം പറയുമ്പോൾ, റോബി അച്ഛന്റെ കാര്യം പറയുമ്പോൾ, റോബി അച്ഛൻ ഓൾറെഡി 2-3 പേരെ കണ്ട് വേണ്ടാന്ന് വെച്ചിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ 4മതാ എൻ്റെ ഫോട്ടോ ഇത് അച്ഛന്റെ കയ്യിലേക്ക് എത്തുന്നത്. അപ്പൊ റോബി അച്ഛന്റെ പിന്നീട് എന്നോട് പറഞ്ഞ കാര്യമാണ്, റോബി അച്ഛന്റെ കയ്യിലേക്ക് എത്തിയപ്പോൾ അച്ഛൻ അത് തുറന്നില്ല, ആ പോസ്റ്റ് തുറക്കാതെ തന്നെ ചർച്ചിൽ പോയി പ്രാർത്ഥിച്ചു, ദൈവമേ ഇത് ദൈവഹിതമാണെങ്കിൽ മാത്രം എനിക്ക് മതി, ഞാൻ ഓൾറെഡി 3 പേരെ കണ്ടു, ഇത് 4മത്തെ ആളാണ്. പക്ഷെ ഈ ഫോട്ടോ തുറന്നപ്പോൾ ദൈവാത്മാവ് അച്ഛന്റെ ഉള്ളിൽ പറഞ്ഞു, ഇതാണ് നിനക്ക് വേണ്ടിയുള്ള ആള്. അങ്ങനെ ഒരു ദൈവാത്മാവ് അച്ഛനോട് ഇടപെടുകയും അച്ഛൻ ഉടനെ യെസ് പറഞ്ഞു. പിന്നെ വേറെ ഒന്നും ചോദിച്ചില്ല, ഉടനെ യെസ് പറയുകയും അങ്ങനെ ദൈവത്തിന്റെ കൃപയാൽ അങ്ങ് എൻ്റെ ബ്രദറിന്റെ ഒരു ബിനോ അച്ഛന്റെ ഒരു ഏറ്റവും വലിയ ഗിഫ്റ്റാണ് എനിക്ക്, എൻ്റെ ഹസ്ബൻഡിനെ എനിക്ക് കിട്ടിയത്. അച്ഛനെ ദൈവത്തിന്റെ കൃപയാൽ 2005 മെയ് 30 ഞങ്ങളുടെ വിവാഹം നടക്കുന്നു. അന്ന് അച്ഛന്റെ പേരൻസ് ഒക്കെ US-ലാണ്, അവർ US-ലാണ് ജോലി ചെയ്യുന്നത്. അച്ഛനൊരു അനിയനുണ്ട്, അനിയനും US-ലാണ്. അങ്ങനെ വിവാഹത്തിന് വേണ്ടി അവരെല്ലാവരും വന്നു. ദൈവത്തിന്റെ കൃപയാൽ മെയ് 2005 ഞങ്ങളുടെ വിവാഹം നടക്കുന്നു. ഞങ്ങൾ അത് കഴിഞ്ഞ് ഞാൻ ആദ്യമായിട്ട് നാട്ടിലേക്ക് കടന്നു വരികയാണ്. തണ്ണിത്തോടിലാണ് അച്ഛൻ ശുശ്രൂഷ ചെയ്ത് അവിടേക്ക് വന്നു. ദൈവത്തിന്റെ കൃപയാൽ ഞാൻ പറയട്ടെ, ഞാൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ ഞാൻ എന്തൊക്കെയാ പ്രെയർ ബുക്കിൽ പോയിന്റ്സ് എഴുതി വെച്ച് പ്രാർത്ഥിച്ചു, അങ്ങനത്തെ തന്നെ ഒരു ലൈഫ് പാർട്ട്ണറിനെ എൻ്റെ ദൈവം എനിക്ക് നൽകി. ഞാൻ ആഗ്രഹിച്ച ആ ദൈവമേ, ഒരു സാധാരണ അച്ഛനെ എനിക്ക് വേണ്ട, ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന, ആത്മാക്കൾക്ക് വേണ്ടി ദാഹിക്കുന്ന അങ്ങനത്തെ ഒരു പട്ടക്കാരനെ എനിക്ക് തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. തികച്ചും ദൈവം അതുപോലത്തെ തന്നെ ഒരു ആളിനെയാണ് എനിക്ക് ജീവിത പങ്കാളിയായി തരുന്നത്. അങ്ങനെ ദൈവത്തിന്റെ കൃപയാൽ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും ചർച്ച് മിനിസ്ട്രിയിലായിരുന്നു 2005. പിന്നെ അത് കഴിഞ്ഞ് ചെങ്ങന്നൂരിലോട്ട് 2006-ലാണ് ഞങ്ങളുടെ മൂത്ത മകൻ ജോയൽ ജനിക്കുന്നത്, ഒക്ടോബർ മാസത്തിൽ. എന്നാൽ 2006 ജനിക്കുന്നതിന്റെ കുറച്ച് മാസങ്ങൾ മുൻപ് ഞാൻ ഉറങ്ങിയപ്പോ ദൈവം എനിക്കൊരു ദർശനം തന്നു. ദൈവം എന്നോട് പറഞ്ഞു, ദൈവം എനിക്ക് 2 ആൺകുഞ്ഞുങ്ങളെ തരുമെന്നുള്ള ഒരു ദർശനം ഞാൻ കണ്ടു.
അത് കണ്ട് ഞാൻ എഴുന്നേറ്റ് ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ദൈവം ഇങ്ങനെ ഒരു ദർശനം എന്നെ കാണിച്ചു, നമുക്ക് ദൈവം 2 ആമക്കളെ തരും. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും അപ്പൊ ഞങ്ങൾക്ക് ഉറപ്പായി ഇനി വരാൻ പോകുന്ന ആദ്യത്തെ മകനാണെന്ന് ഒരു ഉറപ്പായി ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ദൈവകൃപയാൽ 2006 ഒക്ടോബറിലാണ് എൻ്റെ മൂത്ത മകൻ ജോയൽ ജനിക്കുന്നത്. ജോയൽ ജനിച്ചു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടുന്ന് മാറി ചെങ്ങന്നൂരിലേക്ക് ഞങ്ങളുടെ പോസ്റ്റിംഗ് ആയി. അത് കഴിഞ്ഞ് പിന്നെ നർസാപുരം, ആന്ധ്ര, അവിടുത്തെ പോസ്റ്റിംഗ് കഴിഞ്ഞ് അടുത്ത പോസ്റ്റിംഗ് ഞങ്ങൾക്ക് മിഷൻ ഫീൽഡ് ആയിരുന്നു, നർസാപുരം ആയിരുന്നു. എന്നാൽ അവിടുത്തെ ഒരു കാര്യം ഞാൻ പറയാം, ഞങ്ങൾ അന്ന് ചെങ്ങന്നൂരിൽ ഇരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു നർസാപുരം മിഷൻ ഫീൽഡിലേക്ക് ഒരാളെ അയക്കണമെന്ന് അവിടുത്തെ ബിഷപ്പ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ബിഷപ്പ് ഒത്തിരി പേര് അച്ഛന്മാരെ വിളിച്ച് ചോദിച്ചു. പക്ഷെ എല്ലാവരും നോ 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 എന്ന് പറഞ്ഞു. അപ്പം ബിഷപ്പ് ഓർത്തു, ആഗ്രഹിക്കാതെ ഒരാളെ നിർബന്ധിതപൂർണ്ണം അയച്ചാൽ അവിടെ മിനിസ്ട്രി സക്സസ് ആകത്തില്ല. അതുകൊണ്ട് അവരെ ആരെയും ബിഷപ്പ് നിർബന്ധിച്ചില്ല. അത് കഴിഞ്ഞാണ് ഞങ്ങൾ അന്ന് അസിസ്റ്റന്റ് വികാരായിട്ട് ആ ചെങ്ങന്നൂരി ശുശ്രൂഷ ചെയ്യുന്നത്. അങ്ങനെ ഒരു ദിവസം വൈകിട്ട് അച്ഛനെ ഡയസിസിലേക്ക് വിളിച്ചു. തിരുമേനി ചോദിച്ചു, റോബി അച്ഛൻ ഇങ്ങനെ നർസാപുരം മിഷൻ ഫീൽഡിലേക്ക് പോകാമോ, മനസ്സോടെ അവിടെ വേല ചെയ്യാൻ പറ്റുമോ? അച്ഛൻ ഒന്നും ചിന്തിച്ചില്ല. അച്ഛൻ ഉടനെ യെസ് പറഞ്ഞു. അച്ഛന്റെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ ദൈവം എവിടെ അയക്കുന്നോ അവിടെ പോകണം, അല്ലാതെ എനിക്ക് ഈ ഇടവക വേണം, എനിക്ക് അത് അങ്ങനല്ല. ദൈവം അത് ഏത് കാട്ടിലാന്നേലും എന്നോട് കല്യാണം കഴിച്ചപ്പോഴേ എന്നോട് പറഞ്ഞതാ, നമ്മളെ ദൈവം എവിടെ അയക്കുന്നോ അവിടെ നമ്മൾ പോകും, ഒരിക്കലും നമ്മൾ നോ പറയത്തില്ല. അന്ന് എൻ്റെ മൂത്ത മകൻ തീരെ പൊടിക്കുഞ്ഞാണ്. എന്നാലും അതൊന്നും വക വെക്കാതെ ഞങ്ങൾ ആ നർസാപുരം കടപ്പായിക്കടുത്തുള്ള നർസാപുരം മിഷൻ ഫീൽഡിലേക്ക് പോയി. അവിടെ 3 വർഷം ദൈവത്തിന്റെ കൃപയാൽ ദൈവം ഞങ്ങളെ അവിടെ പൊതിഞ്ഞു, ശുശ്രൂഷ ചെയ്യാൻ സാധിച്ചു. അതെല്ലാം ദൈവത്തിന്റെ ഒരു കരുതലായി ഞാൻ ഇന്ന് കാണുകയാണ്. ദൈവം ഞങ്ങളെ തന്റെ ശ്രേഷ്ഠമായ വേലയ്ക്ക് വേണ്ടി കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ ഒത്തിരി പ്രതികൂലങ്ങൾ, ഒത്തിരി പ്രയാസങ്ങൾ ഞങ്ങൾ നേരിട്ടു. എന്നാൽ അവിടെ എല്ലാം ദൈവത്തിന്റെ കൃപയിൽ ഞങ്ങളെ പൊതിഞ്ഞ് ഞങ്ങളുടെ കുഞ്ഞിനെയും ദൈവം അവിടെ നിർത്തി. 3 വർഷം കഴിഞ്ഞ് വീണ്ടും നാട്ടിൽ വന്നു. അങ്ങനെ 2011 ഞാൻ രണ്ടാമത് നർസാപുരത്ത് ഇരിക്കുമ്പോൾ തന്നെയാണ് ഞാൻ പ്രഗ്നന്റ് ആകുന്നത്, രണ്ടാമത് പ്രഗ്നന്റ് ആയപ്പോൾ ഞാൻ ഓർത്തു, കർത്താവേ എനിക്ക് മുന്നമേ ദർശനം തന്നതാണല്ലോ, 2 ആൺകുഞ്ഞുങ്ങളെ ദൈവം തരും. അപ്പൊ ഞാൻ ഓർത്ത് ഇതും ആൺകുഞ്ഞാണല്ലോ. അങ്ങനെ ഞങ്ങൾ സന്തോഷിച്ച് അങ്ങനെ 2011 ഫെബ്രുവരി 21 ഞാൻ ഭോപ്പാലിലേക്ക് വന്നു. അന്ന് പപ്പ മമ്മി ഭോപ്പാലിലാ എൻ്റെ 2 ഡെലിവറി നടത്തി. ആദ്യത്തെ സിസേറിയൻ ആയിരുന്നു, രണ്ടാമത്തെയും സിസേറിയൻ ആയിരുന്നു. പക്ഷെ രണ്ടാമത്തെ ഞാൻ എല്ലാരോടും പറഞ്ഞു, മമ്മി ഇത് ആൺകുഞ്ഞാ. അങ്ങനെ മമ്മി എല്ലാരോടും പറഞ്ഞു, ദൈവം അവളോട് പറഞ്ഞതാ ഇത് ആൺകുഞ്ഞാ. അങ്ങനെ പറഞ്ഞിരുന്നപ്പോഴാണ് മോൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ഞെട്ടിച്ച്. ഞാൻ എപ്പോഴും എൻ്റെ മോളോട് പറയും, ദൈവത്തിന്റെ ഒരു സർപ്രൈസ് ഗിഫ്റ്റാ നീ എനിക്ക്. ഞാൻ ചിന്തിക്കാതെ, പക്ഷെ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു എനിക്കൊരു മോളെ വേണമെന്ന്. ഞാൻ എപ്പോഴും കേട്ടിട്ടുണ്ട് ഇങ്ങനെ പെമ്മക്കളില്ലാത്ത അമ്മമാര് പറയാം, പെമ്മക്കൾ ഇല്ലെങ്കിൽ ഒരു അമ്മയല്ലെന്ന് ഇങ്ങനെ ഞാൻ പറയുന്ന കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചു, കർത്താവേ എനിക്കൊരു മോളെ വേണമായിരുന്നല്ലോ. പക്ഷെ നീ കാണിച്ചല്ലോ ദർശനം, 2 ആൺകുഞ്ഞുങ്ങളാ, ഓക്കെ, ഞാനത് സ്വീകരിക്കുന്നു. എന്നാൽ രണ്ടാമത് മോൾ ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ടാണ് ദൈവം എൻ്റെ കരങ്ങളിലേക്ക് ഈ മോളെ തന്നത്. ഞാൻ ഒത്തിരി ഹാപ്പി ആയിരുന്നു എനിക്കൊരു മോളെ കിട്ടിയല്ലോ. പക്ഷെ ഞാൻ പറയട്ടെ, മറുവശത്ത് എനിക്ക് കുറച്ച് അതിന്റെ പേരിൽ എനിക്ക് ഏൽക്കേണ്ടി വന്നു. നീ പറഞ്ഞു, ഓ നീ വലിയ ദർശനം കണ്ടായിരുന്നല്ലോ, നിനക്ക് ആൺകുഞ്ഞാന്ന്. പപ്പ മമ്മി അല്ലാത്ത വേറെ ഞങ്ങളുടെ അടുത്തുള്ള റിലേറ്റീവ്സ് ഒക്കെ. അങ്ങനെ എനിക്ക് കുറച്ച് വാക്കുകൾ എനിക്ക് കേൾക്കേണ്ടി വന്നു. അതെനിക്ക് വലിയ പ്രയാസമായി തീർന്നു. അപ്പൊ ഞാൻ ഓർത്തു, കർത്താവെ, ദൈവം ഒരിക്കലും തെറ്റ് പറയത്തില്ലല്ലോ, ഞാൻ കേട്ടത് തെറ്റായിരിക്കും, ഞാൻ കണ്ടത് തെറ്റായിരിക്കും എന്നാ ഞാൻ വിചാരിച്ചത്. എനിക്കറിയാം കർത്താവ് ഒരിക്കലും നമ്മളോട് ഒരു തെറ്റായ വാക്ക് പറയത്തില്ല. അപ്പൊ ഞാൻ അങ്ങനെ സമാധാനപ്പെട്ടു. ഞാൻ കണ്ടത് ചിലപ്പം മിസ്റ്റേക്ക് ആയി പോയതാ. അങ്ങനെ ദൈവകൃപയാൽ ദൈവം ദാനമായി 2ാമത് മകളെ തന്നു. അത് കഴിഞ്ഞ് 2011 അത് കഴിഞ്ഞ് ഞങ്ങൾ 2014 ദുബായ് ഷാർജയിലെ യൂത്ത് ചാപ്ലനായിട്ട് അച്ഛന്
പോസ്റ്റിംഗ് കിട്ടുന്നത്. അങ്ങനെ ഞങ്ങൾ 2014 ദുബായിലേക്ക് ഞങ്ങൾ പോകുന്നു. അവിടെ വെച്ചാണ് അച്ഛൻ്റെ അനുഭവത്തിൽ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. 2014 നവംബർ മാസത്തിലാണ് അച്ഛനൊരു പ്രയാസം ഉണ്ടാകുന്ന, ഉറക്കമില്ലാത്ത ഒരു പ്രയാസം. 2.5 മാസത്തോളം ഒരു 5 മിനിറ്റ് പോലും ഉറങ്ങാത്ത രാത്രിയും പകലുമായിരുന്നു. അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലൂടെ ദൈവം ഞങ്ങളെ കടത്തി വിട്ടപ്പോഴാണ് അയ്യോ ഇതിലപ്പുറമായി എന്തൊക്കെയോ ഉണ്ടെന്നും അങ്ങനെ ദൈവം അച്ഛനോട് ഇടപെടാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും അങ്ങനെ ദൈവദാസന്മാരുമായി ബന്ധപ്പെടുകയും അവരുമായി ദൂതുകൾ കേൾക്കാൻ തുടങ്ങി. അച്ഛനെ ഇവിടേക്കല്ല, അച്ഛനെ ഇതിനെക്കാട്ടി ശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷയിലേക്ക് ദൈവം കണ്ടിരിക്കുക. അങ്ങനെ ദൂതുകൾ ഞങ്ങൾ കേൾക്കാൻ തുടങ്ങി. അങ്ങനെ ദൈവത്തിന്റെ കൃപയാൽ 2.5 മാസം കഴിഞ്ഞപ്പോൾ ദൈവം അച്ഛനെ വിടുവിച്ചു. അത് കഴിഞ്ഞ് പല കാര്യങ്ങൾ അച്ഛനോട് ദൈവം ഇടപെട്ടു. അത് കഴിഞ്ഞ് 2017 ഞങ്ങൾ ഡൽഹിയിലേക്ക് ട്രാൻസ്ഫർ ആയി വരുന്നത്. ഡൽഹിയിലേക്ക് ട്രാൻസ്ഫർ ആയി വന്നപ്പോൾ അന്നേരവും ഞങ്ങളുടെ ഉള്ളിലുണ്ട്, ദൈവം ഞങ്ങളെ ഇതിൽ നിന്ന് പുറത്തിറക്കാനാണോ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒത്തിരി കൺഫ്യൂഷൻസ് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ 2019 പല ദൈവദാസന്മാരിലൂടെ ഞങ്ങൾക്ക് ദൂത് കിട്ടി, ഇറങ്ങാൻ സമയമായി, നിങ്ങൾ ഇറങ്ങണം, നിങ്ങൾ ദൈവത്തിന് വേണ്ടി സ്റ്റെപ്പ് എടുക്കണം. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു 21 ദിവസം ഉപവാസം ദൈവസന്നിധിയിൽ ഇരിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ഡൽഹിയിലായിരിക്കുമ്പോൾ, ശുശ്രൂഷയിലായിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരു 21 ദിവസം ഉപവാസം ഇരുന്നു. എല്ലാ ദിവസവും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും, ദൈവമേ അങ്ങയുടെ പദ്ധതി ഇതാണെങ്കിൽ ഞങ്ങളോട് ദൈവം സംസാരിക്കണം, അങ്ങയുടെ ദൂതൊന്നും ഞങ്ങൾ നിഷേധിക്കുന്നില്ല, എന്നാൽ വ്യക്തമായി ദൈവം ഞങ്ങളോട് സംസാരിക്കണമെന്ന് മാത്രമായിരുന്നു ആ 21 ദിവസം ഞങ്ങളുടെ ഉപവാസത്തിന്റെ വിഷയം. അങ്ങനെ 20 ദിവസവും ദൈവം ഒന്നും ഇടപെട്ടില്ല. 21ാമത്തെ ദിവസം രാവിലെയാണ്, അന്നൊരു ഞായറാഴ്ചയാണ്, അതിരാവിലെ അച്ഛൻ പ്രാർത്ഥിക്കാനൊക്കെ എഴുന്നേറ്റപ്പോൾ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് നിരാശയോട് കട്ടിലേക്ക് കിടക്കുക. ദൈവം ഒന്നും ഞങ്ങളോട് ഇടപെട്ടില്ലല്ലോ, ഞങ്ങൾ എങ്ങനെയാ ഇനി ഈ സ്റ്റെപ്പ് എടുക്കുന്നത്. അന്നേരമാണ് ദൈവം അച്ഛനെ എഴുതി കാണിക്കുന്നത്, റൈസ് അപ്പ് ഫ്രം ദ ഡെഡ് ആൻഡ് ഗോ ടു ഹെവൻ. വളരെ ക്ലിയർ ആയിട്ട് അച്ഛൻ അത് ആ സ്റ്റേറ്റ്മെന്റ് കണ്ടു, റൈസ് അപ്പ് ഫ്രം ദ ഡെഡ് ആൻഡ് ഗോ ടു ഹെവൻ. അപ്പൊ അത് ഒരു ഉറപ്പായി അച്ഛൻ അത് സ്വീകരിച്ചു. അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ, അച്ഛാ തലേ ദിവസം രാത്രി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഈ റൈസ് അപ്പ് എന്ന വാക്ക് ഞാൻ കണ്ടതാ, പക്ഷെ എനിക്കത് മനസ്സിലായില്ല, അതുകൊണ്ട് ഞാനത് അച്ഛനോട് പറഞ്ഞുമില്ല. എന്നാൽ ഞങ്ങളെ രണ്ടുപേരെ ഒരുപോലെ ദൈവം അന്നേരം ഉറപ്പിക്കുകയായിരുന്നു. ദൈവം ഞങ്ങളോട് അത് പറഞ്ഞു. ഞങ്ങൾ പിന്നെ വേറെ ഒന്നും ചിന്തിച്ചില്ല. ഞങ്ങൾ അവിടെ മുട്ടുമടക്കി ദൈവത്തോട് തീരുമാനമെടുത്തു, ഞങ്ങൾ ഇതിൽ നിന്ന് പുറത്തു വരും, കർത്താവിന് വേണ്ടി ഞങ്ങൾ വേർപെടും. ഒരു തീരുമാനം ഞങ്ങൾ അന്ന് അവിടെ വെച്ച് എടുത്തു. അത് കഴിഞ്ഞും അത്രയും ഈസി അല്ലല്ലോ. നമുക്കറിയാം, ഒരു പട്ടക്കാരൻ ഇതെല്ലാം കളഞ്ഞ് ഒരു പെന്തിക്കോസ് വിശ്വാസത്തിലേക്ക് വരുവാന്ന് വെച്ചാൽ എന്നാലും ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അങ്ങനെ 15 ദിവസം ലീവ് കിട്ടും. അങ്ങനെ 15 ദിവസം ലീവ് എടുത്ത് നാട്ടിലേക്ക്, ഇവിടെ ഞങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന ഞങ്ങളുടെ ഇവിടെ എൻ്റെ പാരൻസിന്റെ അടുത്ത് മലശ്ശേരിലേക്കാണ് ഞങ്ങൾ വരുന്നത്. അതിനോടിടയ്ക്ക് ഞാൻ പറയട്ടെ, 2014 എൻ്റെ മമ്മി പൂർണ്ണമായി പെന്തിക്കോസ് വിശ്വാസത്തിലേക്ക് വരുന്നത്. അതെങ്ങനാന്ന് ചോദിച്ചാല്, ഞങ്ങൾ ഭോപ്പാലിലായിരുന്നല്ലോ, ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ പപ്പ മമ്മി അവിടെ ഗവൺമെന്റ് ജോലിയിലായിരുന്നു, അവിടെ റിട്ടയർഡായി. അവിടെ ദൈവകൃപയാൽ ദൈവം അവിടെ ഒരു വീടൊക്കെ പണിയുവാൻ സഹായിച്ചു. അങ്ങനെ ആ വീട്ടിൽ കഴിയുമ്പോഴാണ് എൻ്റെ മൂത്ത ബ്രദർ മരിക്കുന്നതും പിന്നെ അവിടെ വെച്ചാണ് എൻ്റെ വിവാഹം നടക്കുന്ന എല്ലാം. അത് കഴിഞ്ഞ് പപ്പ മമ്മിക്ക് ഒരു ആഗ്രഹം വന്നു, ഇനിയും ഭോപ്പാലിലെ വീട് അങ്ങ് വിൽക്കാം, ഇനി ആർക്ക് വേണ്ടി ആ വീട്. എൻ്റെ രണ്ടാമത്തെ ബ്രദർ UK പോയി, എന്നെ ഇങ്ങനെ കെട്ടിച്ചു വിട്ടു. അപ്പം പപ്പ മമ്മി വിചാരിച്ചു ആ വീട് വിറ്റിട്ട് നാട്ടിൽ തന്നെ നമ്മുടെ കുടുംബത്ത് ഒരു വീട് വെക്കാമെന്നുള്ള ഒരു തീരുമാനത്തിൽ ദൈവത്തോട് അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ വീട് വിൽക്കാൻ വേണ്ടി ഒരു നല്ല വില കിട്ടണം, നല്ല ആൾക്കാർ വരണം. എൻ്റെ പപ്പ മമ്മിയുടെ വലിയ ആഗ്രഹമായിരുന്നു ആ വീട് ഒരു മറ്റ് സമുദായക്കാർക്ക് കൊടുക്കത്തില്ല, ഒരു ക്രിസ്തീയ കൂട്ടർക്ക് മാത്രമേ ആ വീട് കൊടുക്കത്തുള്ളൂ. അതുകൊണ്ട് ഒത്തിരി പേര് വന്നു. എന്നാൽ എൻ്റെ പപ്പ മമ്മിയുടെ ആ തീരുമാനം കൊണ്ട് അവർ ആർക്കും ആ വീട് കൊടുത്തില്ല. ഏകദേശം 5 വർഷം എൻ്റെ പപ്പ മമ്മി പ്രാർത്ഥിച്ചു ആ വീട് വിൽക്കാൻ വേണ്ടി. എന്നാൽ ഞാൻ പറയട്ടെ, നമ്മുടെ ദൈവം താമസിച്ചാലും
നമുക്ക് വേണ്ടി കറക്റ്റ് സമയത്ത് മറുപടി തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അങ്ങനെ 2013 5 വർഷം കഴിഞ്ഞ് 2013 അവിടെ പപ്പ മമ്മി ഒരു ദിവസം അവിടെ വരാന്തയിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരു പാസ്റ്റർ അവിടെ കയറി വന്നു. ആ പാസ്റ്റർ എന്ന് വെച്ചാൽ അവിടുത്തെ നോർത്ത് ഇന്ത്യ ട്രൈബൽസിന്റെ ഇടയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദേവദാസനായിരുന്നു. ആ ദേവദാസൻ ഇങ്ങനെ അറിഞ്ഞു ഈ വീട് ഇങ്ങനെ കൊടുക്കാനിരിക്കുക. അങ്ങനെ വന്നു. ആ ദേവദാസൻ ചോദിച്ചു, ഈ വീട് ഞങ്ങൾക്ക് തരുവോ? അങ്ങനെ അപ്പം പപ്പ മമ്മിക്ക് ഒത്തിരി സന്തോഷമായി. പപ്പ മമ്മി ഓർത്തു, ദേവദാസനാണല്ലോ, അപ്പൊ വീട്ടിൽ ആരാധന നടക്കും, പ്രാർത്ഥന നടക്കും. അങ്ങനെ പിന്നീട് സംസാരിച്ചൊക്കെ കഴിഞ്ഞ് അവര് പപ്പ മമ്മി ആഗ്രഹിച്ച ഒരു വിലയിൽ തന്നെ ദൈവം ആ വീട് ആ ദേവദാസനോട് കൈമാറാൻ ആഗ്രഹിച്ചു. ഞാൻ പറയട്ടെ, ഇന്ന് ഞങ്ങളുടെ ആ ഭോപ്പാലിലെ വീട് ഒരു ചർച്ചായി മാറിയിരിക്കുകയാണ്. നേരത്തെ അത് ഒരു നില മാത്രമേ ഉള്ളായിരുന്നു. ഇന്ന് മേളിലോട്ട് 2 നില അവർ പണിത് അതൊരു ചർച്ചായി. അവിടുത്തെ ട്രൈബൽസ്, ഭോപ്പാലിലെ ട്രൈബൽസ് ഒക്കെ വന്ന് ആരാധിക്കുന്ന ഒരിടമാക്കി എൻ്റെ ഭവനത്തെ ദൈവമാക്കി തീർത്തു. അതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ദൈവം, നമ്മൾ ദൈവസന്നിധിയിൽ ഒരു വിഷയത്തെ വെച്ചാൽ ചിലപ്പോൾ അത് താമസിക്കും മറുപടി വരാൻ. പക്ഷെ താമസിച്ചാലും ദൈവം ഏറ്റവും ബെസ്റ്റായിട്ടേ അത് തരത്തുള്ളൂ. അതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുക. എൻ്റെ പപ്പാമ്മയുടെ ആ തീരുമാനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അങ്ങനെ 2013 വീട് വിറ്റിട്ട് ഇവര് നാട്ടിലേക്ക് വരികയാണ്. കുടുംബത്താണ് താമസിച്ചത്. അന്ന് നാട്ടിൽ പപ്പാമ്മയ്ക്ക് വീടില്ല, ഇനിയും വീട് വെക്കണം. അങ്ങനെ 2013 വീടിന്റെ പണികൾ, ഈ കുടുംബത്തില് പപ്പായിക്ക് സ്ഥലം ഉണ്ടായിരുന്നു, അവിടെ തന്നെ വീട് വെക്കാൻ തീരുമാനിച്ചു. എന്നാൽ ഞാൻ പറയട്ടെ, വീട് പണി തുടങ്ങിയ നാള് മുതൽ ഒത്തിരി പ്രതിസന്ധി പപ്പാമ്മ അനുഭവിക്കേണ്ടി വന്നു. പപ്പ എപ്പോഴും ആശുപത്രിയിൽ അഡ്മിറ്റ് ആകും. ഒന്ന് കഴിയുമ്പോൾ അടുത്ത പ്രയാസം, അതിന് ഡിസ്ചാർജ് ആയി വരുമ്പോൾ 2 ആഴ്ചകൾ വീണ്ടും അഡ്മിറ്റ് ആവും. അങ്ങനെ ഒന്ന് കഴിഞ്ഞ് എൻ്റെ മമ്മി എപ്പോഴും പറയും, ഈ വീട് പണിതത് മൊത്തം ഉപവാസവും കണ്ണുനീരിലാണ്. എൻ്റെ മമ്മി പറയും, ഈ വീടിന്റെ, ഞാൻ ഇപ്പോൾ ഈ ജോയിൻ ചെയ്തിരിക്കുന്ന ഈ വീടിന്റെ ഓരോ ഇഷ്ടികയിലും എൻ്റെ മമ്മിയുടെ ഉപവാസവും കണ്ണുനീരാണ്. മമ്മി എപ്പോഴും പറയും. അങ്ങനെ കണ്ണുനീരോടും ഉപവാസത്തോടും കൂടെ പണിത ഒരു വീടാണ് ഈ വീട് ഇപ്പോൾ ആയിരിക്കുന്നത്. ഇതും ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചത് കൊണ്ട് ദൈവകൃപയാൽ അനേക പ്രതിസന്ധി വന്നിട്ടും ഇവിടെ ദൈവം ഈ വീട് ഉണ്ടാക്കുവാൻ പപ്പാമ്മയ്ക്ക് കൃപ കൊടുത്തു. അങ്ങനെ ഈ വീട് പണി നടക്കുമ്പോഴാണ് എൻ്റെ മമ്മി പൂർണ്ണമായി മർത്തോമായിൽ നിന്ന് മാറി ഒരു പെന്തിക്കോസ് വിശ്വാസത്തിലേക്ക് മമ്മി കടന്നു വരുന്നത്. അങ്ങനെ മമ്മിയാണ് ആദ്യം സ്റ്റെപ്പ് എടുക്കുന്നത്. പപ്പ മമ്മി 2 പേരോടും ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു. എന്നാൽ പപ്പ അന്നേരം തീരുമാനം എടുക്കാൻ സാധിച്ചില്ല പപ്പായിക്ക്. പക്ഷെ മമ്മി തീരുമാനം എടുത്തു. എന്നോട് ദൈവം പറഞ്ഞതാ, ഞാൻ ദൈവത്തിന് വേണ്ടി സ്റ്റെപ്പ് എടുക്കും. അങ്ങനെ അന്ന് ഞങ്ങള് ദുബായിലാണ്, റിനാച്ചനൊക്കെ UK-യിലാണ്. ഇവിടെ മമ്മി മാത്രമാണ് ഈ വിശ്വാസത്തിലേക്ക് ഇറങ്ങിയത്. അന്ന് പപ്പായ്ക്ക് ഇച്ചിരി പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും മമ്മി അത് വക വെക്കാതെ ദൈവത്തിന് വേണ്ടി നിന്നു. മമ്മി തന്നെ ഒത്തിരി നാള് മമ്മി തന്നെ കൂട്ടായ്മയ്ക്കൊക്കെ പോയി തനിച്ച് കണ്ണുനീരോടെ പപ്പായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവമേ, ആ പ്രകാശം പപ്പായുടെ ഉള്ളിൽ ദൈവം കൊടുക്കണമേ. അങ്ങനെ ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോൾ പപ്പായം ദൈവം പല പ്രാവശ്യം സന്ദർശനത്തിലൂടെ വീണ്ടും പപ്പായും പൂർണ്ണമായി മർത്തോമായിൽ നിന്ന് മാറി ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് അവർ 2 പേരും ഒരുമിച്ച് വിശ്വാസത്തിൽ, പെന്തിക്കോസ്ത് വിശ്വാസത്തിൽ വന്ന് കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ തുടങ്ങി. എന്നാൽ ഞാൻ പറയട്ടെ, ഞാൻ അന്ന് ഇത് മമ്മിയുടെ കാര്യം അറിഞ്ഞപ്പോൾ ഞാൻ മമ്മിയോട് അന്ന് ഞങ്ങൾ ദുബായിലാണ്. ഞാൻ മമ്മിയോട് പറയുമായിരുന്നു, മമ്മി എന്തിനായി സ്റ്റെപ്പ് എടുക്കുന്നത്? മമ്മി, മർത്തോമായിൽ തന്നെ നമുക്ക് ദൈവത്തെ ആരാധിക്കാമല്ലോ, നമുക്ക് ആ ഫ്രീഡം ഉണ്ടല്ലോ. അന്ന് എൻ്റെ ഉള്ളിൽ ആ വെളിച്ചം വീണിട്ടില്ല. നമുക്ക് വിശ്വാസ സ്നാനമോ അങ്ങനൊന്നും നമുക്ക് ആ വെളിച്ചം വീണിട്ടില്ല. ഞാൻ പറഞ്ഞു, മമ്മി, ഈ മർത്തോമായിൽ തന്നെ നമുക്ക് പല വേലകൾ ചെയ്യാം. അങ്ങനെയൊക്കെ പല കാര്യം ഞാൻ എൻ്റെ മമ്മിയോട് പറഞ്ഞിരുന്നു. പക്ഷെ എൻ്റെ മമ്മി വളരെ സ്ട്രോങ് ആയിരുന്നു. ദൈവസന്നിധിയിൽ എടുത്ത തീരുമാനത്തിൽ നിന്ന് ഒരു സ്റ്റെപ്പ് പോലും പുറമോട്ട് വരത്തില്ല എന്ന് വിശ്വാസത്തോടെ, ആ മമ്മിയുടെ ഒരു വിശ്വാസവും ആ മമ്മിയുടെ ഒരു സ്റ്റെപ്പാണ് ഈ കുടുംബത്തെ മൊത്തം ഇന്ന് ഈ വിശ്വാസത്തിലേക്ക്, സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം തെരഞ്ഞെടുത്തതെന്ന് ഞാൻ വിശ്വസിക്കുന്ന പ്രിയ ദൈവജനമേ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മൾ
ദൈവസന്നിധിയിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ പേരിൽ നമുക്ക് ഒത്തിരി നിന്ന സഹിക്കേണ്ടി വരും, പ്രതികൂലങ്ങൾ സഹിക്കേണ്ടി വരും, ഒറ്റപ്പെടലുകൾ വരും, നമ്മളെ സമൂഹം മാറ്റി നിർത്തും. എന്നാലും നമ്മൾ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ദിവസം ദൈവം നമ്മളെ മാനിക്കും. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു വീട്ടിൽ നിന്ന് ഒരാളായിരിക്കും വിശ്വാസത്തിൽ വരുന്നത്, എന്നാൽ ആ ഒരാളുടെ വിശ്വാസത്തെ, ആ ഒരാളുടെ സ്റ്റെപ്പിനെ മാനിച്ച് ദൈവം ആ കുടുംബത്തെ മൊത്തം ഉയർത്തുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ എൻ്റെ മമ്മിയും 2014 പൂർണ്ണമായ വിശ്വാസത്തിലേക്ക് ഇറങ്ങി വന്നു. അങ്ങനെ പിന്നീട് 2-3 വർഷം കഴിഞ്ഞ് പപ്പ വിശ്വാസത്തിൽ വന്നു. അങ്ങനെ അത് കഴിഞ്ഞാണ് 2019 ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളോട് ദൈവം, എന്നാൽ എൻ്റെ മമ്മി ഒരിക്കലും ഞങ്ങളോട് ഈ കാര്യം പറഞ്ഞിട്ടില്ല കേട്ടോ, ഒരിക്കലും. മമ്മി ഉള്ളിൽ ഞാൻ ഒരു കാര്യം ഇതിന്റെ ഇടയ്ക്ക് പറയട്ടെ, ഞങ്ങളുടെ പപ്പ മമ്മി ഭോപ്പാലിലായിരിക്കുമ്പോൾ തന്നെ ഒരു പാസ്റ്റർ വീട്ടിൽ വന്നായിരുന്നു. ആ പാസ്റ്റർ വീട്ടിൽ വന്ന് പപ്പ മമ്മിയെ അറിയത്തില്ല, ആദ്യമായിട്ട് അവിടെ അടുത്ത് വന്നപ്പം ഞങ്ങളുടെ വീട്ടിലൂടെ വന്നതാണ്. അന്ന് ആ വീട്ടിൽ വന്നപ്പോൾ ഒരു ദൂത്, ഞങ്ങളുടെ ഫോട്ടോ അവിടെ ഇരിപ്പുണ്ടായിരുന്നു, ഫ്രണ്ടിൽ എന്റെയും അച്ഛന്റെയും ഫോട്ടോ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ആ ഫോട്ടോ കണ്ടിട്ട് ആ പാസ്റ്റർ എൻ്റെ പപ്പ മമ്മിയോട് ദൂത് പറഞ്ഞു, ഇന്നേക്ക് 10 വർഷത്തിനകം ഈ അച്ഛൻ വിശ്വാസത്തിലേക്ക് കടന്നു വരും, ഇത് ത്യജിച്ച് വിശ്വാസത്തിലേക്ക് കടന്നു വരും. അങ്ങനെ ഒരു ദൂത് എൻ്റെ പപ്പ മമ്മിയോട് പറഞ്ഞു. അന്ന് അത് കേട്ട് എൻ്റെ മമ്മിയുടെ പ്രെയർ ഡയറിയിൽ അത് എഴുതി വെച്ചു. മമ്മി ഞങ്ങളോട് കാര്യമൊന്നും പറഞ്ഞിട്ടില്ല, എന്നാൽ മമ്മി എപ്പോഴും, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മമ്മി എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ദൈവഹിതം മാത്രമേ നടക്കാവൂ, ദൈവം എന്ത് അവരെ കുറിച്ച് ആഗ്രഹിക്കുന്നു അത് മാത്രം അവരുടെ ജീവിതത്തിൽ നടക്കാവൂ. അങ്ങനെ ഞാൻ പറയട്ടെ, അത് 2009 ഈ ഒരു ദൂത് മമ്മിയോട് പറഞ്ഞതും മമ്മി അത് എഴുതി വെച്ചതും. എന്നാൽ 10 വർഷം കഴിഞ്ഞ് 2019 ഞങ്ങൾ ഈ സത്യവിശ്വാസത്തിലേക്ക് ഇറങ്ങി വരുന്നത്. ഒത്തിരി പ്രയാസങ്ങൾ. ഞങ്ങൾ 2019 മെയ് നാട്ടിൽ വന്നു. ജൂണിലാണ് ഈ റെസിഗ്നേഷൻ. ഞങ്ങൾ വീണ്ടും കുടുംബമായി ഉപവാസത്തോട് ഇരുന്ന് ദൈവസന്നിധിയിൽ വീണ്ടും ഞങ്ങൾ ജൂൺ 3 അച്ഛൻ ഈ റെസിഗ്നേഷൻ തിരുമേനിക്ക് അയച്ചു കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ഒത്തിരി പ്രതികൂലങ്ങൾ, നമ്മ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഒരു പട്ടക്കാരൻ പുറത്തിറങ്ങി വരുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും ഞങ്ങളുടെ പള്ളിക്കാരിൽ നിന്നും അങ്ങനെ ഒത്തിരി. എന്നാൽ ഞാൻ പറയട്ടെ, അതൊന്നുമില്ല. ഇന്ന് ഞാനത് തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾ ഏറ്റ അപമാനമോ ഞങ്ങൾ ഏറ്റ ഒറ്റപ്പെടിയിലോ അതൊന്നുമില്ല. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ആ കാൽവരി ക്രൂശിൽ സഹിച്ചതിൻ്റെ ഒരംശം പോലും ഞങ്ങൾ ഏറ്റിട്ടില്ല, ഒരംശം പോലും ഞങ്ങൾ സഹിച്ചിട്ടില്ല. എൻ്റെ കർത്താവ് തൻ്റെ സ്വർഗീയ മഹിമ വെടിഞ്ഞ്, ഹല്ലേലൂയ, പാപികളായ നമുക്ക് വേണ്ടി, ഹല്ലേലൂയ, എല്ലാം കളഞ്ഞ് എല്ലാം വിട്ട് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് സാധാരണക്കാരനായി ഒരു പൂർണ്ണ മനുഷ്യനും ഒരു പൂർണ്ണ ദൈവമായി എനിക്ക് വേണ്ടി ഇറങ്ങി വന്നു. നിന്ദകളും തുപ്പലുകളും അടികളും ആ ലാസ്റ്റ് തുള്ളി രക്തം വരെ എനിക്ക് വേണ്ടി ചൊരിഞ്ഞു. അതൊക്കെ ഓർക്കുമ്പോൾ ഞങ്ങൾ ഏറ്റ നിന്ന ഒന്നുമില്ല. ഞങ്ങളെ കർത്താവിന് വേണ്ടി അല്പമേ എന്തൊക്കെയോ ഏറ്റിട്ടുള്ളൂ എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുക. അങ്ങനെ 2019 ഞങ്ങൾ പൂർണ്ണമായി വേർപെട്ടു, ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. ഞാൻ പറയട്ടെ, അന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ, മൂത്ത മോൻ ജോയൽ അന്ന് 8ാം ക്ലാസ് കഴിഞ്ഞതേ ഉള്ളൂ. എൻ്റെ രണ്ടാമത്തെ മകൾ ജോസ്ലിൻ അന്ന് 3ാം ക്ലാസ്സിലാണ്. അങ്ങനാണ് ഞങ്ങൾ ഈ നാട്ടിലേക്ക് വന്ന് കുഞ്ഞുങ്ങളെ നാട്ടിൽ ഇവിടെ തന്നെ ചേർത്തു. അന്ന് അച്ഛൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ലായിരുന്നു, അവിടെ ഒത്തിരി എതിർപ്പായിരുന്നു. പപ്പ മമ്മി ഇവിടെ ഇല്ല, അവർ US എന്നാൽ തന്നെ കുടുംബക്കാരെല്ലാം അവിടെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി മാസങ്ങൾ ഞങ്ങൾ ആ അച്ഛൻ്റെ സ്വദേശം കിഴുവായ്പൂരിലോട്ട് ഞങ്ങൾ പോയതേ ഇല്ലായിരുന്നു. അങ്ങനെ ഇവിടെ തന്നെ ഞങ്ങൾ ആയിരുന്നു. ഇവിടെ പപ്പ മമ്മിയുടെ അടുത്ത് കുഞ്ഞുങ്ങളെ അഡ്മിഷൻ എടുത്തു. ദൈവത്തിന് കൃപയാൽ എൻ്റെ കുഞ്ഞുങ്ങളും, ഹല്ലേലൂയ, ഞാൻ ഒരു സാക്ഷ്യമായി പറയട്ടെ, ഞങ്ങൾ ഈ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങിയപ്പോൾ എൻ്റെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളും അഭിഷേകം പ്രാപിച്ചു. അവർ വീട്ടിൽ തന്നെ ആരാധന മധ്യേ അവർ രണ്ടുപേരും അഭിഷേകം പ്രാപിച്ചു. അന്യഭാഷ വരത്തോടുകൂടെ ദൈവം അവരെ അഭിഷേകം ചെയ്യുന്ന അവരും സത്യത്തിലും ആത്മാവിലും എൻ്റെ ദൈവത്തെ ആരാധിക്കുന്നു. അതാണല്ലോ ഏറ്റവും വലിയ ഭാഗ്യമല്ലേ. കുടുംബമായി നമ്മൾ ദൈവത്തെ സ്തുതിക്കുക, കുടുംബമായി നമ്മൾ ദൈവത്തെ, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളോടൊപ്പം ആയിരിക്കുന്നതാണ് നമുക്ക് ഏറ്റവും വലിയ ഒരു ഭാഗ്യം. അത് കഴിഞ്ഞാണ് 2019 ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ അന്ന് ഞങ്ങൾ വേറെ എങ്ങും ജോയിൻ ചെയ്തില്ല. ഞങ്ങൾ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്. വീട്ടിൽ തന്നെ ഞങ്ങൾ ഇരുന്ന് ആരാധിക്കും. അങ്ങനെ പോകുമ്പോഴാണ്
വീണ്ടും ദൈവം ഞങ്ങളെ ഒരു വാഗ്ദത്തം ഞങ്ങളെ ഓർപ്പിച്ചത്, ദൈവം ഞങ്ങളോട് പറഞ്ഞത്, വീണ്ടും ഒരു ദൈവദാസൻ ഞങ്ങളോട് പറഞ്ഞു, ഒരു തലമുറയോട് ദൈവം തരാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ വീണ്ടും ദൈവം ഒരു വാഗ്ദത്തം ഞങ്ങളെ ഓർപ്പിച്ചു. ഞങ്ങളാണെ ഒരിക്കലും അത് ചിന്തിച്ചിട്ടില്ല. മൂന്നാമതൊരു കുഞ്ഞ് വേണമെന്ന് ഒരിക്കലും ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. ഞങ്ങൾ അതെല്ലാം മറന്നുപോയതാ. എന്നാൽ പരിശുദ്ധാത്മാവ് വീണ്ടും ഞങ്ങൾ ഈ സത്യവിശ്വാസത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് ഞങ്ങളെ ഓർപ്പിച്ചു. ഞങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ 2021 ഞങ്ങളുടെ മൂന്നാമത്തെ കുഞ്ഞ്, ആൺകുഞ്ഞ് ജെയ്ഡൻ ജനിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അന്ന് 2006 ദൈവം എന്നെ ദർശനം കാണിച്ചായിരുന്നു, എനിക്ക് 2 ആൺകുഞ്ഞുങ്ങളെ ദൈവം തരും. പക്ഷെ ഞാൻ അത് മറന്നുപോയി. രണ്ടാമത് മോളുണ്ടായി, അത് കഴിഞ്ഞ് ഞാൻ അതിനെ കളഞ്ഞു, ഞാൻ അത് വിട്ടുപോയി. പക്ഷെ എൻ്റെ ദൈവം മറന്നില്ലായിരുന്നു. എൻ്റെ ദൈവം ആ വാഗ്ദത്തം എന്നോട് ചെയ്തത്, അത് ദൈവം പൂർത്തീകരിക്കുന്നത് 15 വർഷം കഴിഞ്ഞാണ്. 2021 ജെയ്ഡൻ ജനിക്കുമ്പോഴാണ് ദൈവം എന്നെ ഓർപ്പിച്ച, ഇതറിഞ്ഞ് ഞാൻ നിന്നോട് പറഞ്ഞത്, നിനക്ക് 2 ആൺകുഞ്ഞുങ്ങളെ തരുമെന്ന്. തീർച്ചയായിട്ടും നമ്മുടെ ദൈവം എന്ത് നല്ലവനാണല്ലേ, നമ്മുടെ ദൈവം എന്ത് വിശ്വസ്തനാണ്, നമ്മുടെ ദൈവം വാക്ക് മാറാത്തവനാണ്. നമുക്കറിയാം, അബ്രാഹാം സാറ 25 വർഷം അവർ കാത്തിരുന്നു അവരുടെ വാഗ്ദത്തത്തിന് വേണ്ടി. പ്രിയ ദൈവജനമേ, നമ്മളോട് ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് മറന്നേക്കാം. വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് മറന്നു പോകും. എന്നാൽ എൻ്റെ ദൈവം അത് മറക്കത്തില്ല. വചനത്തിൽ പറയുന്നത് പോലെ, ഹല്ലേലൂയ, വചനത്തിന്റെ ഈ ബൈബിളിലെ ഒരു വള്ളിയോ പുള്ളിയോ മാറുകയില്ല എന്ന് പറയുന്നത് പോലെ ദൈവത്തിന്റെ വചനം അതേപടി നിവർത്തീകരിക്കും. ദൈവം ഒരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതേപടി നിവർത്തിക്കുന്ന ഒരു ദൈവമാണ്. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ 2021 അത് ഞങ്ങൾക്ക് വീണ്ടും ഒരു ഉറപ്പായി ഞങ്ങളുടെ വാഗ്ദത്തം നിറവേറി എന്നുള്ള ഒരു വിശ്വാസം ദൈവം ഞങ്ങളുടെ വിശ്വാസത്തിൽ വർദ്ധിപ്പിച്ചു. അങ്ങനെ മൂന്നാമത്തെ ജെയ്ഡൻ 2021 ജനിച്ചു. ദൈവത്തിന്റെ കൃപയാൽ 2023 വീണ്ടും ഒരു ദൈവ നിയോഗ പ്രകാരം AG സഭയുമായിട്ട് ജോയിൻ ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരു പ്രേരണ നൽകി. അങ്ങനെ ഇന്ന് എൻ്റെ ഹസ്ബൻഡ് AGയിലെ ഒരു ഓർഡൈൻ പാസ്റ്ററായി ദൈവത്തിന്റെ വേല ചെയ്തു വരുന്നു. ഞങ്ങൾ രണ്ടുപേരും ദൈവം അയക്കുന്ന ഇടങ്ങളിലൊക്കെ ദൈവത്തെ സാക്ഷീകരിക്കാനും, കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ നന്മകളും, കർത്താവ് ഞങ്ങളെ തെരഞ്ഞെടുത്തല്ലോ. എത്രയോ അച്ഛന്മാർ ഈ സമൂഹത്തിൽ ഉണ്ടല്ലേ, എന്നാൽ ദൈവം ഞങ്ങളെ കണ്ടല്ലോ. ദൈവത്തിന്റെ ആ റൈറ്റ് ട്രാക്കിൽ ഓടുവാനും, ദൈവത്തിന്റെ ആ റൈറ്റ് ട്രാക്കിൽ ഓടി ആത്മാക്കളെ നേടുവാനും, ആത്മാക്കളെ നിത്യതയിലേക്ക് എത്തിക്കുവാനും കർത്താവ് ഞങ്ങളെ തെരഞ്ഞെടുത്തത് ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഈ സമയത്ത് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ദൈവം വിശ്വസ്തനാകട്ടോ. നമ്മുടെ ദൈവം വിശ്വസ്തന. നമ്മൾ പലപ്പോഴും നമ്മുടെ ശാഠ്യം കൊണ്ട് നമ്മൾ ചില വഴികൾ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ, നമ്മുടെ കുടുംബവും നമ്മുടെ പേരൻസ് പ്രാർത്ഥിക്കുന്ന പേരൻസ് ആണെങ്കിൽ ദൈവം അവിടെ നിന്ന് നമ്മളെ ഡൈവേർട്ട് ചെയ്ത് ദൈവത്തിന്റെ കറക്റ്റ് ട്രാക്കിലേക്ക് തന്നെ ദൈവം കൊണ്ടുവരും. ഞാനിത് പറയുന്ന എൻ്റെ ആ MCA, ഞാൻ MCAക്ക് വേണ്ടി ശാഠ്യം പിടിച്ചു. എന്നാൽ ദൈവം എൻ്റെ കൈ ഒടിച്ച് ദൈവത്തിന്റെ ട്രാക്കിലേക്ക് ദൈവം എന്നെ കൊണ്ടുവന്നു. അങ്ങനെ വീണ്ടും പല വാഗ്ദത്തങ്ങൾ ദൈവം ഞങ്ങൾക്ക് നൽകി. പടിപടിയായി ദൈവം ഞങ്ങളെ പണിയുമായിരുന്നു. ഞാൻ വിശ്വസിക്കുക, ഇന്ന് ഈ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ ദൈവം ഞങ്ങളെ ആ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ തന്നെ, നമുക്കറിയാം മോശയുടെ ജീവിതം. മോശയെ ദൈവമാണ് ആ ഫറവോന്റെ കൊട്ടാരത്തിലാക്കി അവിടെ അവനെ വളർത്തി. അവിടെ അത് കഴിഞ്ഞ് അവന്റെ സമയം അവിടെ കഴിഞ്ഞപ്പോൾ ദൈവം അവനെ പുറത്തിറക്കുകയാണല്ലേ. അങ്ങനാണ് തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നത്. 15 വർഷം എൻ്റെ ഹസ്ബൻഡ് ഒരു അച്ഛനായി മാർത്തോമാ സഭയിൽ ശുശ്രൂഷ ചെയ്ത്, എന്നാൽ അവിടുത്തെ അത് കഴിഞ്ഞ് ഇനി വേറെ ഒരു വേലയാണ് ദൈവം അച്ഛന് വേണ്ടി വെച്ചിരുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ ആ തക്ക സമയമായപ്പോൾ ദൈവം ഞങ്ങളെ വേർതിരിച്ചു. ഞങ്ങളെ വേർതിരിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ പേരൻസിനെ വേർതിരിച്ചു. അവരിന്നും ഞങ്ങൾക്കൊരു താങ്ങും തണലുമായി എപ്പോഴും അവർ ഞങ്ങളോടൊപ്പം ഉണ്ട്. അവരുടെ പ്രാർത്ഥനയാണ് ഇന്നും ഞങ്ങളെ നിലനിർത്തിയിരിക്കുന്ന. പല പ്രതികൂലങ്ങൾ ഇന്നും ഉണ്ട്, പല ഒറ്റപ്പെടലുകളും ഉണ്ട്. എന്നാലും അവിടെ എല്ലാം എൻ്റെ ദൈവം വിശ്വസ്തനായി ഞങ്ങളോടൊപ്പം ഉണ്ട്. ഇന്ന് എൻ്റെ മൂത്ത മകൻ ജോർജിയയിൽ MBBS പഠിക്കുകയാണ്. ഇതൊക്കെ എങ്ങനെ നടക്കുന്നെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എൻ്റെ ദൈവം അങ്ങ് നടത്തുകയാണ്. ദൈവം ഓരോ കാര്യങ്ങൾ ഞങ്ങൾക്ക് അങ്ങ് നടത്തി തരികയാണ്. പിന്നെ എൻ്റെ അച്ഛൻ്റെ
പേരൻസിന്റെ കാര്യം പറഞ്ഞാൽ, ആദ്യം ഞങ്ങൾ ഇറങ്ങിയ നാൾ മുതൽ ഞങ്ങളോട് അവർക്ക് ഒത്തിരി പ്രയാസമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ പറയട്ടെ, അവർക്കത് മനസ്സിലായി. ഇത് ദൈവം വിളിച്ചു വേർതിരിച്ചത് കൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് വന്നതാണ്. അവർക്ക് ആ ബോധ്യമായി. ഇന്ന് അവർക്ക് ഞങ്ങളോട് ഒരു പ്രയാസവും ഇല്ല, ഞങ്ങളോട് സ്നേഹമാണ്. അവരെല്ലാ വർഷവും നാട്ടിൽ വരും, ഞങ്ങളോട് വളരെ സ്നേഹത്തോട് ഇടപെടും. ആ മനസ്സിലെ കയ്പുകളൊക്കെ എൻ്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ അതെല്ലാം മാറ്റി വീണ്ടും ഒത്തിരി കയ്പ് അനുഭവങ്ങൾ ഞങ്ങൾ നേരിട്ടു. എന്നാൽ ഇന്ന് വീണ്ടും സന്തോഷത്തോടെ അവരെയും ഞങ്ങളോടൊപ്പം ദൈവം കൂട്ടിച്ചേർത്തിരിക്കുന്നതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയ പ്രേക്ഷകരെ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ദൈവം ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര നോ പറഞ്ഞാലും ദൈവം നമ്മളെ വിളിച്ചു വേർതിരിക്കും. കർത്താവിന്റെ ആ ശുശ്രൂഷയ്ക്കായി നമ്മളെ വേർതിരിക്കും. പിന്നെ ദൈവജനമേ, ഇതാണ് സത്യം. ഹല്ലേലൂയ. സത്യത്തിലും ആത്മാവിലും കർത്താവിനെ ആരാധിക്കുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ അന്ത്യകാലത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ യുദ്ധങ്ങളും യുദ്ധശ്രുതികളൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ കർത്താവിന്റെ വരവ് വളരെ അടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എന്നെ കേൾക്കുന്ന ജനം, നമ്മൾ ഒരുങ്ങണം, കർത്താവിന്റെ വരവിനായി ഒരുങ്ങണം. അതിനായി പരിശുദ്ധാത്മാവ് ഒരു സ്റ്റെപ്പ് എടുക്കാൻ പറയുവാണെങ്കിൽ ആ സ്റ്റെപ്പ് നിങ്ങൾ ബോൾഡായിട്ട് എടുക്കണം. മനുഷ്യന്റെ മുഖം നോക്കല്ലേ, മനുഷ്യന്റെ മുഖം നോക്കാതെ കർത്താവിനെ മാത്രം നോക്കി മുൻപോട്ട് യാത്ര ചെയ്യുവാൻ എൻ്റെ സാക്ഷ്യം നിങ്ങൾക്ക് എല്ലാവർക്കും മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാൻ നിർത്തുന്നു. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ദൈവമായ കർത്താവേ, നൽകിയ വിലപ്പെട്ട അവസരത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. കർത്താവെ, ഇനി അരോമ TV സാക്ഷ്യത്തിലൂടെ ഹല്ലേലൂയ എൻ്റെ കർത്താവിനെ ഉയർത്തുവാൻ ദൈവം നൽകിയ ഭാഗ്യത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. എൻ്റെ ജീവിത അനുഭവങ്ങൾ ഈ പ്രേക്ഷകരോട് പങ്കുവെക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അനേക ഹൃദയങ്ങളോട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവത്തിന് വേണ്ടി ഒരു സ്റ്റെപ്പ് എടുക്കാൻ പകച്ചു നിൽക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവം അവരുടെ ഉള്ളിൽ ആ ധൈര്യം കൊടുക്കണം. ദൈവം അവരെ ഉറപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പല ഡിസിഷൻസ് എടുക്കാൻ ഹല്ലേലൂയ മടിച്ചു നിൽക്കുവാണെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരോട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യൗവനക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യൗവനക്കാർ ഹല്ലേലൂയ അവരുടെ ശാഠ്യത്തിൽ നിൽക്കാതെ ദൈവത്തിന്റെ വഴിയിലേക്ക് അവരെ തന്നെ ഏൽപ്പിക്കുവാൻ ഈ സാക്ഷ്യം മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് അവസരത്തിലും കണ്ണുനീരോടും പ്രാർത്ഥനയോടും കൂടെ ആയിരിക്കാൻ ഹല്ലേലൂയ ദൈവം എല്ലാവരെയും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ലീഡ് ചെയ്യുന്ന ദൈവദാസനെ യേശുവിന്റെ നാമത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ആ ടീമിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും എൻ്റെ കർത്താവിന് മാത്രം നൽകുകയാണ്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. താങ്ക് യു കർത്താവിന്റെ ദാസി സിസ്റ്റർ ലിൻസാനി. ഇത്രത്തോളം സമയം വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ TV ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രീമച്വർ ബേബി ആയിട്ടാണ് ഈ ഭൂമിയിൽ ജനിച്ചത്. എന്നാൽ മുന്നോട്ടുള്ളതായ ആ വളർച്ച ഘട്ടത്തിൽ നേരിട്ടതായ അടിയന്തരമായ ആ സാഹചര്യത്തിൽ ഒരുപക്ഷെങ്കിൽ മുന്നോട്ട് ജീവിക്കാൻ കഴിയുമോ എന്ന് വിചാരിച്ച് ഹോസ്പിറ്റൽ കിടക്കയിൽ വന്ന് മാമോദീസ നൽകി അവിടം വെച്ച് ജീവിതം മാറ്റിമറിക്കപ്പെടുന്ന ഒരു രംഗം പ്രാരംഭത്തിൽ പറയുകയുണ്ടായി. അവിടെ നിന്ന് തുടങ്ങിയതായ ആ ഒരു മാറ്റം, ജീവിതത്തില് മാറ്റങ്ങളുടെ തുടക്കം അവിടെയായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് മാറ്റങ്ങളുടെ പുരോഗതി വർദ്ധിച്ചു വന്നു. ഇന്ന് ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും ഓരോ പുതുക്കത്തിന്റെ അനുഭവത്തിലേക്ക്, ഓരോ മാറ്റത്തിന്റെ അനുഭവത്തിലേക്ക്, മച്വാരിറ്റിയുടെ അനുഭവത്തിലേക്ക്. പ്രീമച്വറായിട്ടാണ് ഭൂമിയിൽ ജനിച്ചതെങ്കിലും ഇന്ന് ഒരു പക്വതയുള്ള എല്ലാ മേഖലകളിലും വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു അനുഭവത്തിൽ എത്തിച്ചേരുവാൻ കർത്താവ് സഹായിച്ചു. നമ്മൾ ജനിച്ചതോ വളർന്നതോ നമ്മുടെ ജീവിത സാഹചര്യമോ അല്ല ദൈവം കണക്കിലെടുക്കുന്നത്. പകരം നാം
നമ്മുടെ അവസാനത്തിങ്കൽ നാം എന്ത് ചെയ്തു തികച്ചു, എന്ത് പൂർത്തീകരിച്ചു എന്നുള്ളതിനാണ് ദൈവം പ്രാധാന്യം നൽകുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ഏത് കുടുംബത്തിൽ, ഏത് മാതാപിതാക്കന്മാർക്ക്, ആരുടെ സഹോദരിയായി, ഏത് വിദ്യാഭ്യാസം സ്വീകരിച്ചു, ഏത് സ്നാനമേറ്റു, ഇതെല്ലാം ചരിത്രം മാത്രമാണ്. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്ന ആ പൂർത്തീകരണത്തിൽ നമ്മൾ എത്തിച്ചേരുവാൻ ഈ കടമ്പകളൊക്കെ കടന്ന് അതിൻ്റെ അവസാനത്തിൽ അത് പൂർത്തീകരിക്കപ്പെടുമ്പോൾ നമുക്കായി ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന ആ ഒരു നിത്യ തുറമുഖം, നമുക്കായി കർത്താവ് ഒരുക്കി വച്ചിരിക്കുന്ന ആ നിത്യത, കർത്താവ് നമുക്ക് ഒരുക്കി വച്ചിരിക്കുന്ന വലിയ പ്രതിഫലം, ആ റിവാർഡ് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുവാൻ ഇടയാകും. അപ്പോൾ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ പറഞ്ഞ പിന്നിട്ട ഡോറുകൾ നമുക്ക് കാണാൻ കഴിയും. ചിലത് വേദന നിറഞ്ഞതായിരുന്നു, ചിലത് സന്തോഷം നിറഞ്ഞതായിരുന്നു, ചിലത് ഒരുപാട് സാഹചര്യങ്ങളെയൊക്കെ അഭിമുഖീകരിച്ച് മുന്നോട്ട് ഓടി വന്നതാ. ഇനിയും മുന്നോട്ടുള്ള ഓട്ടം ആ കർത്താവായ യേശു കർത്താവിനോട് ചേർന്ന് തന്നെ തുടരുവാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. പിന്നെയും സൗഖ്യവും ആരോഗ്യവും ബലവും കർത്താവ് തരട്ടെ. പെട്ടെന്ന് മൂത്ത സഹോദരന്റെ വേർപാട് കുടുംബത്തെ വല്ലാതെ വേദനിപ്പിച്ചു. അത് വളരെ വിട്ടുമാറാത്ത ഓർമ്മകളായി ഹൃദയത്തിൽ ഇന്നും തളം കെട്ടി നിൽക്കുന്നു എന്ന വാക്കുകളിലൂടെ വായിച്ചെടുക്കാൻ കഴിയുന്നു. എന്നാലും ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിലൊക്കെയും വിജയം വരിച്ച ഒരു കർത്താവ് നമുക്കുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ ലോകത്തിലെ ജനനവും ജീവിതവും മരണവും നമ്മുടെ കർത്താവ് അനുവദിച്ചിട്ട് സംഭവിക്കുന്നതാകൊണ്ട് നമുക്കതിലൊക്കെയും ആശ്വസിക്കാം. നമ്മുടെ കർത്താവിനോടൊപ്പമുള്ളതായ കൂട്ടായ്മയാണ് നമുക്ക് അനിവാര്യമായിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അതിൽ സന്തോഷിപ്പാൻ കർത്താവ് അവസരം ഒരുക്കട്ടെ. കുടുംബജീവിതവും ആരംഭിച്ചപ്പോൾ ഒരു പക്ഷെങ്കിൽ പ്രതീക്ഷിച്ച ആ ഒരു സാഹചര്യത്തിൽ തന്നെ വന്നു. എന്നാൽ അതിൽ നിന്നും മാറ്റം, വലിയൊരു മാറ്റമാണ് ദൈവം ആഗ്രഹിച്ചത്. ആ ഒരു അനുഭവത്തിലേക്ക് ഇന്ന് കൊണ്ടുവന്ന് നിങ്ങളെ ദൈവം ആക്കിയിരിക്കുന്നു. കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷയിൽ ആ മുന്തിരിത്തോട്ടത്തിൽ കുടുംബമായും ദൈവം നിങ്ങളെ ആക്കിയിരിക്കുന്നു. അവിടെ നിലകൊള്ളുവാൻ, അവിടെ ഫലം പുറപ്പെടുവിക്കുവാൻ, അവിടെ കർത്താവിന് വേണ്ടി നല്ല സാക്ഷ്യം വഹിക്കുവാൻ ആയുസ്സും ആരോഗ്യ അവസരങ്ങളും എല്ലാവർക്കും ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ TV ശ്രോതാക്കളോടൊപ്പം പങ്കുവച്ചതിന് പ്രത്യേക നന്ദി, സ്നേഹം, കടപ്പാടും അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രേക്ഷകരെ, ഈ സാക്ഷ്യം നിങ്ങൾക്ക് ഒരു വലിയ അനുഗ്രഹമായി, വേറിട്ട അനുഭവമായി തീർന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുക. പലപ്പോഴും നമ്മൾ സാക്ഷ്യത്തിൽ കേട്ടതുപോലെ നമ്മളുടെ പിതാക്കന്മാർ തുടർന്നു വന്നതായ, പഠിപ്പിച്ച, നമ്മൾ കണ്ടതായ, കേട്ടതായ പാരമ്പര്യവും സാഹചര്യങ്ങളും അതൊക്കെയാണ് ശരി എന്ന് നമ്മൾ വിചാരിച്ച് അതിൽ തന്നെ മുറുകെ പിടിച്ച് നിൽക്കാറുണ്ട്. വാസ്തവത്തിൽ അതിനേക്കാളൊക്കെ ശരിയെന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ചതാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ വചനവും കർത്താവായ യേശുക്രിസ്തുവിനുള്ളതായ വിശ്വാസവുമാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ശരിയായ ഒരു ജീവിതം എന്ന് പറയുന്നത്. അതിലേക്ക് വരുവാൻ ഇതുവരെ നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ സാക്ഷ്യം നിങ്ങൾക്ക് അതിന് മുഖാന്തരമായി തീരും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈ സാക്ഷ്യം നിങ്ങൾ കേട്ട ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണും വരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ, ആമേൻ. aromamary.com നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തിരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamary.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം.